ഹലോ എവരിവൺ. വിംബിൾസ് അക്കാദമിയുടെ കീഴിൽ സംഘടിപ്പിച്ചു വരുന്ന ട്രെയിനേഴ്സ് ടോക്ക് എന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാനാണ് നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത്. ഞാൻ ഇന്നെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഫാത്തിമ സാല. മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി കൊട്ടപ്പുറമാണ് എൻ്റെ വീട്. ഞാൻ BA എക്കണോമിക്സിൽ ഡിഗ്രി കഴിഞ്ഞതാണ്. ഞാൻ പ്രൊഫഷണൽ ട്രെയിനർ കോഴ്സിലെ 16ാം ബാച്ചിലെ സ്റ്റുഡൻ്റ് ആണ്. ഞാൻ ഈ കോഴ്സിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടതെന്ന് വെച്ചാല് എൻ്റെ ഹസ്ബൻഡിന്റെ ഫ്രണ്ട് ആണ് ഈ കോഴ്സിനെ കുറിച്ച് പറഞ്ഞത്. അങ്ങനെ എനിക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും പേഴ്സണൽ സ്കില്ലും ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ ഒന്നും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിക്കാണ്ടാണ് ഞാൻ ഈ കോഴ്സിൽ ചേർന്നത്. ഫൈസൽ സാറാണ് നമുക്ക് ക്ലാസ് എടുക്കുന്നത്. വളരെ നല്ല രീതിയിൽ തന്നെയാണ് അദ്ദേഹം ക്ലാസ് എടുക്കുന്നത്. അദ്ദേഹം ഒരു സൈക്കോളജിസ്റ്റ് ആണ്. അതുകൂടാതെ ഒരു മാസ്റ്റർ ട്രെയിനറും കൂടിയാണ്. നമ്മളെല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്തിട്ട് വളരെ നല്ല രീതിയിൽ തന്നെയാണ് സാർ ക്ലാസ് എടുക്കുന്നത്. പിന്നെ ട്രെയിനിങ്ങിന്റെ സാധ്യതയെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇനിയുള്ള കാലത്ത് ട്രെയിനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും കോൺഫിഡൻസും ഒക്കെ കൂടാൻ ട്രെയിനിങ്ങിലൂടെ സാധിക്കുന്നതാണ്. ഈ ട്രെയിനേഴ്സ് ടോക്കിൽ സംസാരിക്കുന്നത് വിംബിൾസ് അക്കാദമിയുടെ കീഴിൽ തന്നെ പ്രൊഫഷണൽ ട്രെയിനേഴ്സ് കോഴ്സ് പൂർത്തിയാക്കിയ ട്രെയിനേഴ്സ് ആണ്. ഇന്ന് നമുക്ക് ഇവിടെ ക്ലാസ് എടുക്കുന്നത് ഫസി നിസാം മാം ആണ്. മാം ഒരു ടീച്ചറാണ്, ഒരു പ്രൊഫഷണൽ ട്രെയിനർ കൂടിയാണ്. കൂടാതെ ബാച്ച് 6ാം ബാച്ചിലെ ഒരു ട്രെയിനിങ് പൂർത്തിയാക്കിയ ഒരു ട്രെയിനർ കൂടിയാണ് മാം. ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും, ഫൈസൽ സാറിനെയും ഫാസി നിസാർ മാമിനെയും ഹൃദയപൂർവ്വം ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇനിയും ഹൗ ടു ഓവർകം നെഗറ്റീവ് പീപ്പിൾ എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് മാം ക്ലാസ് എടുക്കുന്നത്. നമ്മളെ ചുറ്റുപാടുള്ള നെഗറ്റീവ് ചുറ്റുപാടുകൾ നമ്മൾ എങ്ങനെ തരണം ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. മാം അത് നമുക്ക് വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞു തരുന്നതാണ്. ഈ സെക്ഷൻ ലീഡ് ചെയ്യാൻ വേണ്ടി ഫാസി നിസാം മാമിനെ ഞാൻ ഈ പരിപാടിയിലേക്ക് സന്തോഷപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു. Okay, thank you, Fatima ma'am. Okay, good evening to all. ഞാൻ ഫാസില, രാമനാട്ടുകര, കോഴിക്കോട് ജില്ലയിലെ രാമനാട്ടുകരയാണ് എൻ്റെ സ്വദേശം. അപ്പോൾ സല മാം പറഞ്ഞു കൊണ്ടോട്ടി കൊട്ടപ്ര എന്നൊക്കെ പറഞ്ഞു, നമ്മുടെ ഏകദേശം അടുത്തുള്ള ആളുകളാണ്. ഓക്കെ, അപ്പോൾ ഇപ്പൊ ഞാനൊരു ഓൺലൈൻ ടീച്ചറായിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. നേരത്തെ ഓഫ്ലൈൻ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഓൺലൈനിൽ ഒരു കമ്പനിയിൽ ട്യൂഷനായിട്ടും റെമഡിയൽ ടീച്ചറായിട്ടും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ആൾസോ ആസ് എ ട്രെയിനർ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മള് ഒരു ടീച്ചർ എന്നുള്ള നിലക്ക് നമുക്ക് ഇന്ന് പറയാണ്ടിരിക്കാൻ പറ്റില്ല അല്ലെ. ഇന്ന് നമ്മൾ എന്താണ്, അധ്യാപക ദിനം സ്കൂളുകളിലും അതുപോലെ നമ്മുടെ സ്റ്റാറ്റസുകളിലും ഒക്കെ വളരെ ഗംഭീരമായിട്ട് ഇന്ന് അധ്യാപക ദിനം നിറഞ്ഞു നിൽക്കുകയായിരുന്നു. അപ്പൊ കുറെ കുട്ടികളുടെ വിശ്വാസമൊക്കെ നമുക്ക് കിട്ടി. കുട്ടികളുടെ കുറെ അവർക്ക് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ അവർ നമ്മളോട് ഷെയർ ചെയ്തു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു അധ്യാപക ദിനത്തോടു കൂടി നമുക്ക് ഇന്ന് രാവിലെ മുതലേ നമ്മൾ ഇങ്ങനെ അതൊക്കെ നന്നായിട്ട് ഒരു അധ്യാപകർ എന്നുള്ള നിലക്ക് നമ്മൾ നന്നായിട്ട്, ഇതിൽ മിക്ക ആളുകൾ കുറെ അധ്യാപകരുണ്ട്, നന്നായിട്ട് ഇൻസ്പയർ ചെയ്ത ഒരു ദിവസം കൂടിയാണ് ഇന്ന് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ഞാൻ എൻ്റെ എല്ലാ അധ്യാപക സുഹൃത്തുക്കളെയും ആശംസിക്കുന്നു. പിന്നെ നമ്മളൊരു അധ്യാപകരെ നമുക്ക് കുറെ അധ്യാപകർ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. പക്ഷെ അതിൽ ചില അധ്യാപകര് നമ്മുടെ ലൈഫിൽ എവിടേക്കോ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവരുടെ ലൈഫിലും ഒരു അധ്യാപകൻ ഉണ്ടായിരിക്കാം, 1-2 അധ്യാപകര് നമ്മൾക്ക് ഉണ്ടായിരിക്കും അല്ലെ. അപ്പോ എന്തുകൊണ്ടായിരിക്കും? അവർ നമുക്ക് തന്ന കുറച്ച് പോസിറ്റീവ് മൈൻഡ് ആയിരിക്കും. അങ്ങനെ തന്നെയല്ലേ? അവര് നമുക്ക് തന്ന ചില എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ അവരിലൂടെ നമുക്ക് കിട്ടിയ ഒരു ഇൻസ്പയറിങ്, അങ്ങനെ അത് കാരണമായിരിക്കും ആ ഒരു അധ്യാപകനെ നമ്മൾ ഇന്നും ഓർക്കുന്നത്. ഇനി നമ്മളാണെങ്കിലും നമ്മളെ ചില കുട്ടികൾ ഓർക്കാനുള്ള കാരണവും ചിലപ്പോൾ അതിനായിരിക്കാം. നമ്മൾ പറഞ്ഞ ഏതോ ഒരു സമയം നമ്മൾ പറഞ്ഞ വേർഡ്സ് അത് അവരുടെ ലൈഫിൽ എവിടെയോ തട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് ശരിക്കും പറഞ്ഞാല് ഞാൻ ഒരു 2 വർഷം മുൻപ് പഠിപ്പിച്ച ഒരു സ്റ്റുഡന്റ്, അവരുടെ നമ്പർ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. ഒരു നമ്പറിൽ നിന്നാണ് എനിക്ക് ഒരു മെസ്സേജ് വന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ താങ്ക്സ് ഒക്കെ പറഞ്ഞു. പിന്നെ ഞാൻ ചോദിച്ചു ആരാന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു ഞാനിങ്ങനെ 4th ഒരു കുട്ടിയെ ഞാനൊരു 2 വർഷം മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ കോവിഡ് കഴിഞ്ഞ സ്റ്റാർട്ടിങ്ങിൽ. അപ്പൊ ആ കുട്ടിയാന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവരത്രയും നമ്മൾ ഓർക്കാനുള്ള ഒരു കാരണം, ഇതുപോലെ നമ്മുടെ ലൈഫിൽ നമ്മൾ ഓർക്കുന്ന ചില അധ്യാപകരുണ്ട്. അപ്പൊ ഇവരൊക്കെ നമ്മൾ ഓർക്കുന്നത് എന്തുകൊണ്ടാ? നമുക്ക് തന്ന
ഒരു നല്ല എക്സ്പീരിയൻസ് അല്ലെ, നല്ലൊരു അനുഭവം അവരുടെ നമുക്ക് കിട്ടിയത് കൊണ്ടാണ് നമ്മൾ അവരെ ഇന്ന് ഓർക്കുന്നത്. ഓക്കെ, അപ്പോ നമ്മള് രണ്ട് വിഭാഗം ആളുകളെ നമ്മൾ എന്നും ഓർത്തിരിക്കും. ഒരു വിഭാഗത്തെ ഇപ്പൊ നമ്മൾ പറഞ്ഞു, അവരിലൂടെ നമുക്ക് നല്ല കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർ കാരണം നമ്മൾ നന്നായിട്ട് ഇൻസ്പയർ ചെയ്തിട്ട് നമ്മൾ എന്തൊക്കെയോ നേടിയിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ അവരുടെ ചില സംസാരങ്ങൾ, ഒരു സമയം അവരിലുണ്ടായ സംസാരങ്ങൾ, അത് കാരണം ഇരിക്കാം നമ്മൾ ചിലപ്പോ എന്താണ് നമ്മൾ പരാജയത്തിൽ നിൽക്കുന്ന നമ്മൾ വീണ്ടും ഒന്നും കൂടെ ട്രൈ ചെയ്ത് മുന്നോട്ട് വന്നിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രയാസത്തിൽ നിൽക്കായിരിക്കാം. അപ്പൊ നമ്മൾ ഒന്നും കൂടെ പറഞ്ഞ് താഴോട്ട് കൊണ്ടുപോവാതെ നമ്മൾക്ക് അവിടെ നിന്നൊരു കയറ്റം, അതിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, ആ സമയത്ത് നമ്മളെ കൂടെ നമ്മുടെ ഒരു സപ്പോർട്ടീവായിട്ട് നിന്നിട്ട് നമ്മൾക്ക് വേണ്ടതെല്ലാം ചെയ്തു തന്ന ഒരു പറ്റം ആളുകളുണ്ട്. അവരെ നമ്മൾ എന്നും ലൈഫിൽ ഓർത്തിരിക്കും. അവർക്ക് നമ്മുടെ ലൈഫിൽ ചില സമയങ്ങളിലൊക്കെ നമുക്ക് അത് കാരണം കിട്ടുന്ന ഓരോ നേട്ടങ്ങളിലും അവരുടെ ഒരു ഓർമ്മ നമ്മുടെ മനസ്സിലുണ്ടാകും. ഇനി ഞാൻ രണ്ട് വിഭാഗം ആളുകളെ പറഞ്ഞു, അതിലൊരു വിഭാഗം ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. പിന്നെ മറ്റൊരു വിഭാഗം, അത് ഞാൻ പറയാതെ തന്നെ ചിലരുടെ മൈൻഡിലോട്ടൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. ശരിയല്ലേ? അപ്പോ അതിലാണ് നമ്മൾക്ക് ഇന്നത്തെ നമ്മുടെ നായകന്മാർ. ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അവരെ കുറിച്ചാണ്. ഇവരാണ് ശരിക്കും പറഞ്ഞ നമ്മളെ സക്സസിലോട്ട് എത്തിച്ചിട്ടുണ്ടാവുക. അതാണ് നമ്മളുടെ സറൗണ്ടിങ്സ് കിട്ടുന്ന കുറെ നെഗറ്റീവ്സ് നമ്മളിലോട്ട് ഇൻജെക്ട് ചെയ്യുന്ന കുറച്ചാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളുടെ ചില ടോക്ക് നമ്മൾക്ക് എന്തായിരിക്കും, നമ്മുടെ മൈൻഡിൽ ഒരു സ്പാർക്ക് വെക്കും. പക്ഷേ ചില ആളുകൾക്ക് ഇങ്ങനെ ഈ നെഗറ്റീവ് ആളുകളിൽ നിന്ന് ചില കമന്റ്സും ഒക്കെ കിട്ടുമ്പോൾ എന്ത് ചെയ്യും, അവരറിയാണ്ട് ചിന്തിച്ചു പോകും, ഞാൻ അങ്ങനെയാണോ എന്നൊക്കെ ചിന്തിച്ചു പോകുന്ന ഒരു സമയമുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇങ്ങനെ നെഗറ്റീവ്സ് ഉള്ള ആളുകളായിട്ട് നമ്മൾ ചിലപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന പുതിയൊരു കാര്യത്തെ കുറിച്ചോ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഇനി നമ്മൾ തുടങ്ങാൻ പോകുന്ന ഒരു പുതിയ ബിസിനസ്, നമ്മൾ പുതിയൊരു ബിസിനസ് തുടങ്ങാൻ പോവാണ്, അപ്പൊ അതിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര ഊർജത്തോടു കൂടി വന്ന് നിൽക്കുന്ന ആൾക്കാരായിരിക്കും. അടുത്ത സ്റ്റാർട്ടിങ് നമ്മളെ ബിസിനസ് നമ്മൾ സ്വപ്നം കാണുന്നു, ആ ബിസിനസ് വിജയിക്കുന്നത് നമ്മൾ സ്വപ്നം കാണുന്നു, അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് നിൽക്കുന്ന നമ്മള് എന്തായിരിക്കും, എല്ലാം സെറ്റ് ചെയ്ത് നമ്മളിങ്ങനെ വന്നിട്ട് ഇവരുമായിട്ട് ഈ കാര്യം നമ്മൾ ഷെയർ ചെയ്യുന്നു. അപ്പൊ ഷെയർ ചെയ്യുമ്പോഴായിട്ട് ഇവര് പറയുന്നത്, എടോ അതൊന്നും ഇപ്പൊ നടക്കാത്ത കാര്യമാണ്, നിന്റെ കാശും പോകും സമയവും പോകും, ഉള്ള ജോലിയും ചെയ്ത് മുന്നോട്ട് പോവാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ആകെ അങ്ങ് തളർത്തും. ഇനി അതല്ല, നമ്മൾ പുതിയൊരു കോഴ്സ് പഠിക്കാൻ ഇറങ്ങും. അപ്പൊ നമ്മൾ അതിനെ കുറിച്ച് ഒന്ന് ഷെയർ ചെയ്തു. അപ്പൊ എന്താ പറയാ, ഇനി ഇപ്പോഴാണ് അതൊക്കെ പഠിക്കാൻ പോകുന്നത്, അതൊക്കെ എന്നോന്നോ, ചിലപ്പോ ഏജിലുള്ള ആളുകളൊക്കെ ഇപ്പോഴും പഠിക്കുന്നുണ്ട്, നമ്മളൊക്കെ പോലെ. അപ്പൊ എന്തായിരിക്കും, അപ്പൊ ഇവര് പറയുന്നത്, ഇത്രയും കാലം ഉണ്ടായിട്ട് ഇനി ഈ പ്രായത്തിലേക്ക് ഇതൊക്കെ പഠിച്ചിട്ട് എന്താവാനാ, ഇതൊക്കെ എവിടെ ഉപയോഗിക്കാനാ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് താഴ്ത്തും. അപ്പൊ നമ്മുടെ സ്വപ്നം എന്ത് ചെയ്യും, അവിടെ കെട്ടണയായിരിക്കും. പിന്നെ ഇനി അതല്ല, നമ്മൾ ചെയ്ത പുതിയ എന്തെങ്കിലും അച്ചീവ്മെന്റ് ഒക്കെ നമ്മൾ ഭയങ്കര സംഭവമായിട്ടില്ലേ, നമ്മൾക്ക് അത് കിട്ടിയ ഒരു സന്തോഷത്തിൽ നമ്മളിങ്ങനെ കൊണ്ടു ചെല്ലായിരിക്കും. അപ്പൊ നമ്മളോട് പറയായിക്കോ, അതിലുള്ള എന്താണോ നെഗറ്റീവ്, സോറി കേട്ടോ. അപ്പൊ നമ്മള് പറഞ്ഞു വന്നത്, അപ്പൊ നമ്മളുടെ ഈ അച്ചീവ്മെന്റ് ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ അവരുടെ മുന്നിൽ കാണിച്ചെല്ലുമ്പോ നമ്മളിത് എത്രയോ എഫേർട്ട് ഇട്ടിട്ട് കിട്ടിയതായിരിക്കാം, പക്ഷെ അതിലുള്ള നെഗറ്റീവ് ആയിരിക്കും ഇവര് കാണുന്നുണ്ടാവും. ഇങ്ങനെയുള്ള ആളുകളിൽ നിന്ന് നമ്മൾക്ക് എങ്ങനെ രക്ഷപ്പെടാം, എങ്ങനെ ഇവരെയൊക്കെ ഓവർകം ചെയ്ത് നമ്മൾക്ക് ചലഞ്ച് എടുത്തിട്ട് നമ്മുടെ സക്സസിലോട്ട് മുന്നോട്ട് പോകും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളെ കൂടെ നിന്ന് നമ്മൾക്ക് എങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കാം. ഇത് നമ്മൾ എപ്പോഴും ഇങ്ങനെ എന്ത് ചെയ്യും, ഇറിറ്റേറ്റ് ചെയ്ത് വരും. ഈ ഒരു സംസാരം നമ്മളിൽ എപ്പോഴും ഒരു ഇറിറ്റേഷൻ ഉണ്ടാകും.
അപ്പൊ ഈ ഒരു ഇറിറ്റേഷനിൽ നിന്ന് നമ്മൾക്ക് എങ്ങനെ സ്മൂത്തായിട്ട് നല്ല സന്തോഷത്തോടെ നമ്മളെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകും എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോ നമ്മള് ഇപ്പൊ ഇങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചില സമയം എന്ത് ചെയ്യും, അവരോട് ഇങ്ങോട്ട് പറഞ്ഞ അതേ സ്വരത്തിൽ അങ്ങോട്ട് റിയാക്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരും. ഹലോ, സോറി കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ എങ്ങനെ അവരിൽ നിന്ന് നമ്മളെ ഒരു ലൈഫിൽ സക്സസ് കൊണ്ടുവരാൻ പറ്റുന്നതാണ് നമ്മൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ട് വന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇവരിങ്ങനെ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഇമോഷണൽ ആവരുത്. അവരുടെ മുമ്പിൽ പെട്ടെന്ന് നമ്മൾ അങ്ങോട്ട് റിയാക്ട് ആവരുത്. അവര് നമ്മളോട് പറഞ്ഞ അതേ ഡയലോഗിൽ നമ്മൾ അങ്ങോട്ട് തിരിച്ചു പറയും, ഇല്ല ഞാൻ അങ്ങനെ ഒരു എന്താ പറയാ, ഒരു ഉയർന്ന സ്വരത്തിൽ നമ്മൾ ഒരിക്കലും സംസാരിക്കരുത്. നമ്മൾ എന്ത് ചെയ്യുക, സാവകാശം നമ്മളൊന്ന് ചിന്തിച്ചിട്ട് നമ്മളെ മൈൻഡിലിട്ട് അതിനൊന്ന് ഒന്ന് മോൾഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമ്മൾ അതിനോട് റെസ്പോണ്ട് ചെയ്യാം. ഇപ്പോ നമ്മളോട് പറയാണ് ഇതിപ്പോ അല്ല ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ, അങ്ങനെ ഒരുപാട് ആളുകളൊക്കെ ഇതൊക്കെ ശ്രമിച്ചിട്ട് പെട്ടെന്ന് വിജയം എന്ന് പറയുമ്പോൾ പെട്ടെന്നൊന്നും ഉള്ളതൊന്നും അല്ലല്ലോ. ഞാനും ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്നെന്ത് ചെയ്യാ, നമ്മുടെ പോസിറ്റീവ് മൈൻഡ് ഉള്ളിൽ ഉറച്ചു വെച്ചിട്ട് എനിക്ക് പറ്റുമെന്നുള്ള കോൺഫിഡൻസ് നമ്മൾ വളരെ സ്റ്റേബിൾ ആക്കി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ അവരോട് റെസ്പോണ്ട് ചെയ്യാം. ഒരിക്കലും നമ്മൾ പെട്ടെന്ന് പോയിട്ട് അവരോട് റിയാക്ട് ചെയ്യാനോ സംസാരിക്കാനോ പോവരുത്. പിന്നെ വരുന്നതാണ് നമ്മള് ഇവര് ചിലപ്പോ നമ്മളോട് ഈ പറയുന്ന ആളുകൾ ചിലപ്പോ അവര് ഇതൊക്കെ കുറച്ചൊക്കെ എഫേർട്ട് ഇട്ടപ്പോ ഒഴിവാക്കിയതായിരിക്കും. അപ്പൊ ഇവര് നമ്മളോട് ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോ അവർക്ക് നമ്മളിതിങ്ങനെ ചെറുതായിട്ട് നേടിയെടുക്കുന്നത് കാണുമ്പോൾ അവർക്ക് ചിലപ്പോൾ അത്രക്ക് അങ്ങോട്ട് എല്ലാവർക്കും ഇഷ്ടം. എല്ലാവർക്കും എന്താ, നമ്മളോട് എല്ലാവരും ചോദിക്കും സുഖാണോന്ന് ചോദിക്കും അല്ലെ. അപ്പൊ നമ്മൾ സുഖാണെന്ന് പറയുമ്പോൾ അവർക്ക് ഇപ്പൊ ചില ആളുകൾക്ക് എന്താണ്, കുഴപ്പമില്ല അങ്ങനെ പോകുന്നു, അപ്പൊ അവർക്കൊരു ഇഷ്ടമായിരിക്കും. അങ്ങനത്തെ ചില ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ നെഗറ്റീവ് മൈൻഡിൽ ചിന്തിക്കുന്ന ആളുകളാണ്. അപ്പൊ അവർക്ക് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ അവരുടെ സിമ്പതി പറയാനും അങ്ങനെ ആ ഒരു രീതിയിൽ സംസാരിക്കാൻ ഇഷ്ടമുള്ള ആളുകളുണ്ടാവും. അപ്പൊ അവർക്ക് ഈ നെഗറ്റീവ് ചിന്താഗതിയുള്ള ആളുകളോട് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മളുടെ ഈ എഫേർട്ട് ഉള്ള കാര്യവും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരോട് സംസാരിക്കാൻ വരരുത്. ഓക്കെ. പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത്, നമ്മളുടെ ലൈഫിൽ നമ്മൾ എന്താണോ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്, നമ്മൾ അച്ചീവ് ചെയ്ത് നമ്മളുടെ സക്സസിൽ എത്താൻ നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അതെന്ത് ചെയ്യണം, നമ്മൾ ആദ്യം നന്നായിട്ട് വിഷ്വലൈസ് ചെയ്യണം. അത് വിഷ്വലൈസ് ചെയ്തിട്ട് നമ്മൾക്കത് നേടാൻ പറ്റുമെന്നുള്ള ഉറച്ച തീരുമാനത്തിൽ നമ്മൾ നിൽക്കും. അപ്പൊ നമ്മൾക്കറിയാം എന്തൊരു കാര്യത്തിന് നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിലും നമ്മൾ എത്രത്തോളം എഫേർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾക്ക് അതിന്റെ ഒരു സക്സസ് നമ്മളെ ലൈഫിൽ എന്തായാലും ഉണ്ടായിരിക്കും. അത് ഉറപ്പാ. നമ്മൾ ചെയ്യുന്നത് സത്യസന്ധമായിട്ട് ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ അതിലുള്ള വിജയം നമുക്ക് എന്തായാലും ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഉറച്ച വിശ്വാസം നമ്മൾ ഉണ്ടായിരിക്കണം. നമ്മൾ ഒരാളെ ബുദ്ധിമുട്ടിക്കാണ്ട് നമ്മുടെ ലൈഫിന് വേണ്ടി നമ്മൾ എത്രത്തോളം കഷ്ടപ്പെടുന്നു അതിന്റെ റിസൾട്ട് നമ്മൾ ഉണ്ടാകും. അപ്പൊ ആ ഒരു ഉറച്ച വിശ്വാസം നമ്മൾ എപ്പോഴും മുറുകെ പിടിക്കാം.
അപ്പൊ നീ ഒന്നോ രണ്ടോ ആൾ എന്ത് പറഞ്ഞാലും അവർ പറയുന്നത് വെറും ഒരു എന്താണ് അഭിപ്രായം മാത്രമാണ്, യാഥാർത്ഥ്യമല്ല. അതെന്താണ്, അത് എന്താവണമെന്ന് ഇനി തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് നമ്മുടെ മൈൻഡിൽ അവിടെ സൂക്ഷിക്കുക. അവര് തന്നത് എന്താണ്, നമുക്കൊരു വാണിംഗ് ആയിട്ട് നമ്മൾ കണക്കാക്കാം. അപ്പൊ ആ ഒരു രീതിയിലാവാണ്ട് നിൽക്കാനുള്ള ഒരു വാണിംഗ് ആയിട്ട് നമ്മൾ അതിനെ കാണും. എന്നിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് കൂടുതൽ എഫേർട്ട് എടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, പരിശ്രമിക്കുക. നമുക്ക് സക്സസ് ഉണ്ടാകും, അത് ഉറപ്പാ. ഇനി നമ്മളുടെ എന്ത് വീക്ക്നെസ് കയറിയാണ് അവർ പിടിക്കുന്നതെങ്കിലും ആ വീക്ക്നെസ് അല്ലാണ്ട് എന്നിൽ കുറച്ച് പോസിറ്റിവിറ്റി ഉണ്ടെന്ന വിശ്വാസം നമുക്ക് വേണം. എന്തായാലും എന്തെങ്കിലും ഒരു വീക്ക്നെസ് ഇല്ലാണ്ട് ഇവിടെ ആരും വന്നിട്ടില്ല. പക്ഷെ അതിനേക്കാൾ ഉപരി പോസിറ്റിവിറ്റി നമുക്കുണ്ട്, ഒരുപാട് കഴിവുകൾ നമുക്കുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള സ്കില്ല് നമ്മിലുണ്ട്. അപ്പൊ എന്ത് ചെയ്യാ, നമ്മുടെ ഉള്ള സ്കില്ലിനെ നമ്മൾ മാക്സിമം നർച്ചർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഓവർകം ചെയ്ത് മുന്നോട്ട് വരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഒന്നോ രണ്ടോ വീക്ക്നെസ് കൊണ്ടൊന്നും നമ്മൾ ഒരിക്കലും തളരുന്നില്ല. അപ്പോൾ എല്ലാ കഴിവുകളും ഉള്ള ഒരാളെക്കാളും ഉപരി നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും, അവനേക്കാൾ ഉപരി ഞാൻ ഇതിന്റെ തലപ്പത്തെത്തുമെന്നുള്ള പൂർണ്ണ വിശ്വാസം നമ്മൾ കീപ്പ് ചെയ്യാം. ഇനി ഇങ്ങനെയുള്ള ആളുകൾ, ഈ നെഗറ്റീവ് മൈൻഡുള്ള ആളുകളോട് നമ്മൾ മാക്സിമം സംസാരിക്കുന്നതൊക്കെ ഒന്ന് കുറയ്ക്കാം. എപ്പോഴും അവരോട് കൂടുതൽ ഇടപഴകുന്നത് മാക്സിമം ഒഴിവാക്കുക. കാരണം എന്താണ്, നമ്മൾ എന്താണോ കൂടുതൽ കേൾക്കുന്നത്, എന്തിനോടാണോ നമ്മൾ കൂടുതൽ അറ്റാച്ച് ചെയ്യുന്നത്, ആ രീതിയിൽ നമ്മളും ആയി പോവാൻ ഒരു ചാൻസ് ഉണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം, അല്ലെ? അപ്പൊ നമ്മൾ എപ്പോഴും മുല്ലപ്പൂമ്പൊടിയോടായിരിക്കണം ഏറ്റുകിടക്കുന്നത്. അപ്പോ അങ്ങനെയുള്ള ആളുകളുമായിട്ട് അപ്പൊ നമുക്ക് ഏകദേശം സംസാരിച്ചാൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒരു ഏരിയയിൽ സർക്കിളാണെങ്കിൽ നമുക്കറിയാം ഇങ്ങനെയുള്ള തോട്ട്സ് തരുന്ന ആളുകളെ നമുക്ക് കുറച്ച് സംസാരിക്കുമ്പോൾ തന്നെ മനസ്സിലാകും. അപ്പൊ അതുപോലെ തന്നെ നമ്മളെ റിലേറ്റീവ്സ്, നമ്മളെ നൈബേഴ്സ്, അപ്പൊ അത്തരം ആളുകളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, കൂടുതൽ സമയം ഇടപഴകാണ്ട് ഒരു നല്ല രീതിയിലുള്ള ഇടപഴകൽ, നമ്മുടെ റിലേഷൻ കീപ്പ് ചെയ്യുന്ന രീതിയിലുള്ള സംസാരങ്ങൾ വെച്ചിട്ട് പിന്നെ നമ്മൾ എസ്കേപ്പ് ചെയ്യും. ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് നമ്മൾ ഒരിക്കലും ഇത്തരം കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യരുത്. നമ്മൾ എപ്പം സക്സസ് എത്തുന്നോ ആ സക്സസ് എന്ന് അവർ കാണുന്നോ അന്ന് അവർ നമ്മളെ റിയലൈസ് ചെയ്യണം. ഒരിക്കലും നമ്മുടെ ഇമാജിനേഷനിലൂടെ അവർ നമ്മളെ സക്സസ് എക്സ്പീരിയൻസ് ചെയ്യാൻ നമ്മൾ അനുവദിക്കരുത്. അപ്പോൾ നമ്മൾ അവരുമായിട്ട് ഇനി നമ്മളുടെ നെക്സ്റ്റ് പ്ലാൻ എന്താണെന്നോ അല്ലെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ എന്താകണമെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇത്തരം ആളുകളോട് നമ്മൾ സംസാരിക്കാൻ പോകരുത്. അപ്പൊ നമുക്ക് ഇങ്ങനെ നമ്മളിപ്പോ അതിൽ എഫേർട്ട് എടുത്ത് ഒരു പരാജയമോ ഒന്നോ രണ്ടോ നമ്മൾ എവിടെയെങ്കിലും ഒരു ചെറിയ ബാക്ക് സ്റ്റെപ്പ് നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവര് പറഞ്ഞാൽ ഇനി അവൻ പറഞ്ഞ പോലെ ആയിപ്പോവും ഞാന്, അങ്ങനെ ഒരു തോട്ട് നമ്മൾ എവിടെയോ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത്തരം ആളുകളുമായിട്ട് നമ്മൾ മാക്സിമം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് ഒഴിവാക്കുക. നമുക്ക് എപ്പോഴും നമുക്ക് പുതിയൊരു സക്സസ് തരാൻ പറ്റുന്ന ആളുകളുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമ്മളെ ഫാമിലി സർക്കിളിലും ഒക്കെ ഉണ്ടാവും ഇങ്ങനെയുള്ള ആളുകൾ. ഇപ്പൊ നമ്മൾ ഈ PSC ക്കൊക്കെ ഇറങ്ങുന്ന ആളുകൾക്ക് അറിയാം, അവരിത് കേട്ട് കേട്ട് മടുത്ത ആളുകൾ. കാരണം PSC എന്ന് പറയുന്നത് നമുക്ക് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് നേടാൻ പറ്റുന്നതൊന്നും അല്ല. നല്ല എഫേർട്ട് വേണം. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നല്ല കോമ്പറ്റീഷനാണ്. അതുപോലെ തന്നെയാ മറ്റെന്ത് ജോലിയാണെങ്കിലും. ഇപ്പൊ എന്ന് പറഞ്ഞാൽ എല്ലാവരും അത്യാവശ്യം നന്നായി പഠിക്കുന്ന കുട്ടികൾ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല എഫേർട്ട് ഇട്ടിട്ട് തന്നെയാണ് ഇന്ന് ഏത് ജോബിലാണെങ്കിലും നല്ല കോമ്പറ്റീഷൻ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് പക്ഷെ നമ്മൾ നോർമൽ ഒരു വീട്ടിൽ നിൽക്കുന്ന ആളുകളോ അല്ലെങ്കിൽ അങ്ങനെ ഒരു നോർമൽ ആളുകളുണ്ട്, അവർക്കൊന്നും ചിലപ്പോൾ ഇതിനെ കുറിച്ച് കൂടുതൽ അവരൊക്കെ വിചാരിക്കുന്നത് എന്താ കിട്ടാത്ത അങ്ങനെ. അപ്പൊ ഈ ഒരു PSC മേഖലയിലുള്ള ആളുകൾ നന്നായിട്ട് ഇത് കേട്ടിട്ടുണ്ടായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഇത്തരം ആളുകളോട് ഒരിക്കലും നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കാതിരിക്കലാണ് ഏറ്റവും നല്ലത്. മാക്സിമം നമ്മൾ കംപ്ലീറ്റ് അവരെ അവോയ്ഡ് ചെയ്യാന്നല്ല ഉദ്ദേശിക്കുന്നത്, ഒരു നോർമൽ റിലേഷൻ അവരുമായിട്ട് കീപ്പ് ചെയ്യാൻ. അതല്ലാണ്ട് നമ്മുടെ എല്ലാരോടും പോയിട്ട് പറയുന്ന ഒരു ക്യാരക്ടർ നമ്മൾ ഒഴിവാക്കുന്നത് നമുക്ക് ഏറ്റവും നല്ലതാണ്. എല്ലാം നമ്മൾ പോയിട്ട് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യരുത്. ബാക്കി അവർ നമ്മളുടെ റിയാലിറ്റി, നമ്മൾ ആരാണെന്ന് അവര് നമ്മിലൂടെ നമ്മുടെ സക്സസ് വരുമ്പം അറിയട്ടെ. അതാണ് അതിന്റെ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. പിന്നെ അതുമായിട്ട് പറയുമ്പോഴാണ് നമ്മൾ ചാണക്യം പറയുന്നുണ്ട്, ജീവിതത്തിൽ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്നവന് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നതായിരിക്കും. ഇപ്പൊ എല്ലാ കാര്യം പോയിട്ട് എല്ലായിടത്തും പോയിട്ട് ഇങ്ങനെ പറയുമ്പോൾ എന്ത് ചെയ്യും, ഇവരെ നമ്മളെ തളർത്തുന്ന ആളുകൾ ഉണ്ടാവും ഇതില്. അപ്പൊ അത് കാരണം നമ്മൾ അവിടെ തളർന്ന്
നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും അവിടെ തകർന്ന് വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ അത് ഒഴിവാക്കുക. അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ ഇനി ഇങ്ങനെ നമ്മളെ ടോർച്ചർ ചെയ്യുന്ന ആളുകൾ, ഇവര് ഒരു തവണ നമ്മളോട് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിനെ നമ്മൾ കീപ്പ് ചെയ്യുമ്പോൾ, അതിനെ നമ്മൾ അത് ഫോളോ ചെയ്യുമ്പോഴായിരിക്കും അവർ വീണ്ടും നമ്മളോട് പറയാൻ വരും, അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അത് ജസ്റ്റ് ഒരു അഭിപ്രായം, ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്തായാലും എന്നുള്ള രീതിയിൽ ആ ഒരു അവരുടെ ആർഗ്യുമെന്റ് നമ്മൾ എന്ത് ചെയ്യാം, ഒഴിവാക്കിയിട്ട് നമ്മൾ വീണ്ടും നമ്മൾക്ക് വിശ്വാസം ഉണ്ടല്ലോ, നമ്മൾ ആരാണെന്ന് നമ്മൾക്കറിയാം. അവരെക്കാൾ കൂടുതൽ നമ്മൾ ആരാണെന്ന് അറിയുന്നത് നമ്മൾക്കാണ്, അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ആരാണെന്ന് അറിയുന്ന നമ്മൾക്ക് നമ്മൾ ആരാക്കി മാറ്റാനും പറ്റും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകളുടെ ആർഗ്യുമെന്റിനോട് നമ്മൾ യോജിക്കാണ്ട് നമ്മൾ മുന്നോട്ടുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും. ഓരോ സ്റ്റെപ്പും നമ്മൾ വെക്കുന്നത് സക്സസിലോട്ടുള്ള നമ്മളുടെ ഡിസ്റ്റൻസ് നമ്മൾ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചിലപ്പോ ഒരു തവണ ചിലപ്പോൾ നമ്മൾ അവിടെ താഴോട്ടൊന്ന് ഇറങ്ങാം, പക്ഷെ ആ സമയം നമ്മൾ 2 സ്റ്റെപ്പ് ഒരുമിച്ച് നമുക്ക് മുന്നോട്ട് വെക്കാൻ പറ്റും. അപ്പൊ അതൊക്കെ നമ്മുടെ കയ്യിലാണുള്ളത്. അതിന്റെ റിമോട്ട് കൺട്രോൾ നമ്മുടെ കയ്യിലാണ്. ഒരിക്കലും ഇങ്ങനെയുള്ള ആളുകളുടെ കയ്യിൽ നമ്മളുടെ റിമോട്ട് ഒരിക്കലും കൊടുക്കരുത്. പിന്നെ നമ്മൾ ഒരു തവണ അവർ പറയുന്നത് നമ്മൾ കേൾക്കുമ്പോഴാണ് വീണ്ടും അവർ നമ്മളോട് പറയാൻ വരാം. 1 2 തവണ അവർ പറഞ്ഞ് ഞങ്ങൾ പോകുമ്പോൾ നമ്മൾ ഇതൊന്നും കേൾക്കുന്നില്ല എന്ന് കാണുന്നു, പിന്നെ അവർ നമ്മൾ അടുത്തത് പറയാൻ വരുന്ന ചാൻസ് കുറവായിരിക്കും. നമ്മളൊരു 3 തവളയുടെ ഒരു സ്റ്റോറി ഉണ്ട്, നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടായിരിക്കാം. നമ്മൾ സ്കൂളുകളിൽ കുട്ടികളോടൊക്കെ പറയാറുണ്ട് ഇങ്ങനെയുള്ള ഒരു സ്റ്റോറി. അപ്പൊ അതില് 3 തവളകള് കിണറ്റിൽ വരും. അപ്പൊ ഇവര് 3 ആളും ഇവർക്ക് എന്ത് ചെയ്യണം, കിണറിൽ നിന്ന് എസ്കേപ്പ് ആവണം. അപ്പൊ ഒരു തവള ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇവിടുന്ന് രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാവും, ഇങ്ങനെ കയറിയിട്ടൊന്നും കാര്യമില്ല, ഇതൊന്നും നടക്കുന്ന കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ ഒരു തവള ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കൂടെയുള്ള ഒരു തവള എന്ത് ചെയ്യുന്നു, ഇത് ഇവനെയും കേട്ടിട്ട് ഇവന്റെ കൂടെ ഇങ്ങനെ അവനോടൊത്ത് അവന്റെ ആർഗ്യുമെന്റും കേട്ട് ഇങ്ങനെ നിൽക്കാൻ. പക്ഷെ 3ാമത്തെ തവള എന്ത് ചെയ്യുന്നുണ്ട്, ഇതൊന്നും എനിക്ക് യാതൊരു ഇവന്റെ മൈൻഡിലോട്ടൊന്നും കാര്യമില്ല. ഇവനിങ്ങനെ ഓരോ സ്റ്റെപ്പും വെക്കുന്നുണ്ട്, പിന്നെ അതിന്റെ ഇടയിൽ താഴോട്ട് വീഴുന്നുണ്ട്, വീണ്ടും അടുത്ത സ്റ്റെപ്പ് വീണില്ല ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ഇവൻ മൈൻഡ് ആക്കുന്നില്ല. വീണ്ടും കയറുന്നുണ്ട്, പിന്നെ ചിലപ്പോ എവിടെയോ സ്ലിപ്പ് ആവുമ്പോൾ താഴോട്ട് വരുന്നുണ്ട്. അങ്ങനെ ഇവൻ പതിയെ കയറി എന്തെത്തി, നമ്മുടെ കിണറ്റിൽ നിന്ന് 3ാമത്തെ തവള എസ്കേപ്പായി. അപ്പോഴാണ് ഇവർക്ക് തോന്നുക, അവൻ എസ്കേപ്പ് ആയല്ലോ, എന്നാൽ ഇനി നമ്മൾക്കും ട്രൈ ചെയ്യാം. അങ്ങനെയാണ് ഇവരെന്ത് ചെയ്തു, കുറെ സമയം കഴിഞ്ഞിട്ട് ഇവര് ട്രൈ ചെയ്ത് ഇവരെന്ത് ചെയ്തു, എസ്കേപ്പ് ആയി. 3ാമത്തെ തവളയുടെ അടുത്ത് വന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞപ്പോ നീ എന്താ കേൾക്കാണ്ട് പോകുന്നു സംസാരിച്ചപ്പോഴാണ് ഇവൻ 3ാമത്തെ തവളക്ക് ചെവി കേൾക്കില്ല. അതായത് നമ്മൾ കുട്ടികൾ പറയുന്ന ഒരു സ്റ്റോറിയാണ്. അപ്പോ കഥയിൽ ചോദ്യമില്ല എന്നാണ് പറയാ. അപ്പൊ ഇവിടെ നമ്മൾക്ക് ശരിക്കും ചിന്തിക്കാനുള്ളത് എന്താ, ഒരാൾ പറയുന്നത് നമ്മൾ കേട്ടോണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ തന്നെ നിൽക്കേണ്ടി വരും. പക്ഷെ നമ്മളൊരിക്കലും അതിന് ഓവർകം ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാ, ചില സമയത്ത് ചെവി കേൾക്കാത്തവനായിട്ട് അല്ലെങ്കിൽ ഒന്നും അറിയാത്തവനായിട്ട് നിൽക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്ട് ചെയ്യാം, അല്ലെ? ആക്ടിങ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആരെങ്കിലും ഒക്കെ ആവാൻ പറ്റും. നമ്മൾക്കറിയാലോ നമ്മൾക്ക് എന്താവണമെന്ന്, നമ്മൾക്കറിയാം നമുക്ക് എന്തൊക്കെ കഴിവുണ്ടെന്ന്. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യുക, നമ്മളങ്ങ് റിവൈൻഡ് ചെയ്തിട്ട് നമ്മൾ ഓർക്കുക, നമ്മളങ്ങ് വിഷ്വലൈസ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും മുന്നോട്ടെടുക്കാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഉദ്ദേശിക്കുന്ന സക്സസ് നമ്മുടെ ലൈഫിലോട്ട് കൊണ്ടുവരാൻ പറ്റും. ഇനി നമ്മൾ ജീവിതത്തിൽ രക്ഷപ്പെടാണെങ്കിൽ നമ്മൾ കുറെ എഫേർട്ട് എന്തായാലും എടുക്കണം. 1 2 എഫേർട്ടോ 1 2 പരാജയങ്ങൾ കാരണം നിർത്തിവെക്കാനോ ഉള്ളതല്ല നമ്മുടെ സക്സസ് അറ്റൈൻമെന്റ് എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ ഓരോ എഫേർട്ട് എടുക്കുമ്പോഴും നമ്മൾ നമ്മുടെ ഉദ്ദേശിക്കുന്ന അച്ചീവ്മെന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് കുറയ്ക്കുകയാണ്. അപ്പോൾ ഇതിന്റെ ഇടയിൽ നമ്മൾക്ക് കിട്ടുന്ന ഈ നെഗറ്റീവ്സിനെ നമ്മൾ എന്ത് ചെയ്യാം, മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ ഇങ്ങനെയുള്ള സംസാരങ്ങൾ നമ്മൾ കേൾക്കുന്ന സമയത്ത് നമ്മളുടെ കറക്റ്റ് പ്ലാൻ, നമ്മൾ ആരാവണമെന്ന കറക്റ്റ് പ്ലാൻ നമ്മൾ എന്ത് ചെയ്യാം, എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കണം. അത് നമ്മൾ നന്നായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് അത് നമ്മളൊന്ന് വന്ന് റീഡ് ചെയ്ത് നോക്കുക. ഇങ്ങനെയുള്ള ആളുകൾ പറയുന്ന സംസാരങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ നമ്മളെ ബോൾഡായിട്ട് സംസാരിച്ചതായിരിക്കാം. പിന്നെ എപ്പോഴോ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മുടെ മൈൻഡിലോട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു തോട്ട് വരാൻ തുടങ്ങും. ഇനി എങ്ങാനും ഞാൻ പരാജയപ്പെട്ടാൽ ആകെ പ്രശ്നമാവും, അവരറിഞ്ഞല്ലോ. അങ്ങനെ
ഉൾവലിവ് നമുക്ക് വരാൻ ചാൻസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള ആളുകൾ ഒരിക്കലും നമ്മൾ ചിന്തിച്ച് നമ്മളുടെ സമയം ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തരുത്. അപ്പൊ നമ്മളുടെ നല്ല സമയം ഒരിക്കലും ഇതൊന്നും ചിന്തിച്ച് നഷ്ടപ്പെടുത്താനുള്ളതല്ല. നമ്മൾ ആരാണ്, നമ്മളെ ജീവിതത്തിൽ ആരൊക്കെയോ ആവാനുള്ളെന്ന വിശ്വാസം നമ്മിലുണ്ട്. അപ്പൊ ആ സമയം നമ്മൾ കൂടുതലും അവർക്ക് വേണ്ടിയും അവരുടെ റെസ്പോൺസ് വേണ്ടിയും സ്പെൻഡ് ചെയ്യാനുള്ളതല്ല. നമ്മളുടെ ലൈഫിൽ നമ്മൾ നേടാനുള്ള ഓരോ പ്ലാനിങ്ങും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് നേടാനുണ്ട്. അപ്പൊ അതുകൊണ്ട് അവിടെയാണ് നമ്മളുടെ എഫേർട്ട് കംപ്ലീറ്റ് കൊടുക്കേണ്ടത്. ഇങ്ങനെയുള്ള സമയങ്ങളില് നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മളുടെ പ്ലാനിങ്ങിനെ കുറിച്ച് ചിന്തിക്കുക, അത് എങ്ങനെ നേടുമെന്ന് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ അതിനെ കുറിച്ചിട്ട് അവർ പറഞ്ഞതിനെ കുറിച്ചുള്ള ഓവർ തിങ്കിങ് ഒക്കെ നമ്മൾ അങ്ങ് ഒഴിവാക്കും. ഇവര് പറഞ്ഞ കാര്യങ്ങളിൽ നമ്മുടെ സമയം, നമ്മുടെ വിലപ്പെട്ട സമയമാണ്. ആ വിലപ്പെട്ട സമയം നമ്മൾ അവിടെയാണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഓരോ സക്സസ് ടൈമാണ് അവിടെ നഷ്ടപ്പെടുന്നത്. അപ്പൊ അത് നമ്മൾ എപ്പോഴും റിയലൈസ് ചെയ്യാം. അവര് പറഞ്ഞങ്ങ് പൊക്കോട്ടെ, പക്ഷെ എഫേർട്ട് ഇടുന്നതും ഇത് പറ്റുമെന്ന വിശ്വാസം എന്നിലുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം, നമ്മൾ വീണ്ടും മുന്നോട്ട് പോവാം. ഇങ്ങനെയുള്ള കാര്യങ്ങള് അവരുമായിട്ട് കൂടുതൽ നമ്മൾ എന്ത് ചെയ്യരുത്, റിയാക്ട് ചെയ്യാനും പോകണ്ട. അവരുടെ എന്ത് പറയണമെന്ന് ചിന്തിച്ചിട്ട് നമ്മളെ സമയം വെറുതെ നശിപ്പിക്കാനും പോകരുത്. പിന്നെ ഈ നമ്മളെപ്പോഴും ജീവിതത്തിൽ ഇപ്പൊ ലൈഫിൽ എന്തൊരു സക്സസ്സിൽ എത്തിയ ആളാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, അവർക്ക് ഒരുപാട് കുറെ സമയം അവരുടെ ലൈഫിൽ കുറെ എഫേർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവരുടെ ലൈഫിൽ കുറെ എന്റർടൈൻമെന്റ് കഴിവ് ഒഴിവാക്കിയിട്ട് തന്നെയാണ് ഒരു ദിവസം കൊണ്ടെന്നല്ല അവരിവിടെ എത്തുന്നത്. ഇപ്പൊ പതിയെ നേടി അവർ വലിയൊരു സക്സസ് പേഴ്സൺ ആയിട്ട് മാറുന്നത്. ഇപ്പൊ ഏതൊരു പേഴ്സന്റെ സക്സസ് ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കുകയാണെങ്കിലും അവരിൽ എന്തുണ്ട്, കുറെ പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ നല്ല ജീവിതത്തിൽ പറ്റ താഴെ പടിയിൽ നിന്നായിരിക്കാം അവര് പതിയെ ഈ മുകളിൽ എത്തിയിട്ടുണ്ടായിരിക്കുക. അങ്ങനെ കുറെ സംഭവങ്ങൾ എന്തുണ്ട് ഓരോ സക്സസ് പേഴ്സന്റെ പിന്നിലും ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു IAS കാരന്റെ സ്റ്റോറി നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു കുറച്ചു മുമ്പ്. അയാൾക്ക് IAS കിട്ടിയതിന് ശേഷം അയാൾ പറയുന്ന ഒരു കഥ. 9 തവണയാണ് അവൻ IAS എഴുതുന്നത്. അപ്പൊ ഈ ഓരോ തവണയും ഇവൻ എന്താണ് പരാജയപ്പെടുമ്പോ ആളുകൾ ഇവനെ വല്ലാണ്ട് ആർഗ്യൂ ചെയ്യും. അവസാനം ഇവനെ IAS എന്നുള്ള ആ ഒരു പേരിലാണ് ഇവൻ അറിയപ്പെടാൻ വരെ തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പൊ ഇവന്റെ മൈൻഡിൽ എന്താ വന്നത്, എന്തായാലും ഞാൻ ഇങ്ങനെയൊക്കെ ആയി, ഇനി ഇത് നേടിയിട്ടേ കാര്യമുള്ളൂ. അതായത് നമ്മൾ പറയും എന്തായാലും ഞാൻ നനഞ്ഞു, ഇനി കുളിച്ചിട്ട് തന്നെ ഞാൻ കയറുന്നുള്ളൂ എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. അപ്പൊ അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, ഇവരുടെ വാക്കുകള് നമ്മുടെ ഉള്ളിലുള്ള ഒരു ബേണിങ്, നമുക്ക് നെക്സ്റ്റ് ഇനി എന്താണോ നേടേണ്ടത് അതിനുള്ള ഒരു ബേണിംഗ് ആയിട്ട് ഞാൻ അത് നേടിയെടുക്കുമെന്നുള്ള ഉറച്ച വാശിയായിട്ട് നമ്മൾ അതിനെ മാറ്റി. അപ്പൊ അതാ ഞാൻ സ്റ്റാർട്ടിങ്ങിലെ പറഞ്ഞു, നെഗറ്റീവ് പീപ്പിൾസ് ആണ് ശരിക്കും നമ്മളുടെ വിജയത്തിന്റെ കാരണക്കാരെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പൊ ഇങ്ങനെയുള്ള ആളുകളുടെ മുൻപിൽ ഫേസ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം, ഇനി നമ്മൾക്ക് ഇത് നേടിയേ പറ്റൂ എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ നമ്മൾ അങ്ങോട്ട് നിൽക്കും. പിന്നെ ഞാൻ പറഞ്ഞു അവരുടെ സംസാരത്തെ നമ്മൾ ചെവി കൊടുക്കുമ്പോഴാണ് വീണ്ടും പറയാൻ വരും. അപ്പൊ നമ്മൾ ഇതിൽ തന്നെ മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ പിന്നെ അവരെല്ലാവരും പറച്ചിൽ അങ്ങോട്ട് നിർത്തി പോവുകയും ചെയ്യും. ഇനി നമ്മുടെ ലക്ഷ്യം മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും അതിനുവേണ്ടി എൻഗേജ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക. ഇനി അതുപോലെ തന്നെ നമ്മളൊരു പഠിക്കുന്ന ആളുകളെ കാണുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മളിങ്ങനെ കേട്ട് നമ്മൾ പഠിക്കാനിരിക്കുമ്പോഴായിരിക്കും ഇതൊക്കെ നമ്മളെ മൈൻഡിലോട്ട് ഇങ്ങനെ വരാൻ തുടങ്ങും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ആ സമയത്ത് നന്നായിട്ടൊന്ന് ബ്രീത്തിങ് ചെയ്യുക, ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്യുക. എന്നിട്ട് നമ്മുടെ മൈൻഡിൽ ഇതിനൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ നന്നായിട്ട് വിഷ്വലൈസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ വീണ്ടും നമ്മളുടെ ജോലി തുടർന്നുകൊണ്ടേയിരിക്കും. ഓക്കെ.
ഓക്കെ, സ്റ്റാർട്ട്. അപ്പൊ ഇനി നമ്മള് ഈ ഇങ്ങനെ നമ്മളോട് ഇങ്ങനെ റിയാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു രീതിയിൽ സംസാരിക്കുന്ന ആളുകള് അങ്ങനെയുള്ള എൻവിറോൺമെന്റിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മൾ അവരോട് നമ്മള് ഞാൻ പറഞ്ഞ ഒരിക്കലും റിയാക്ട് ചെയ്യാണ്ട് നമ്മൾ നല്ല രീതിയിൽ അവരോട് റെസ്പോണ്ട് ചെയ്യും. പക്ഷെ ഇനി അവര് എന്ത് വിചാരിക്കും, ഞാൻ അങ്ങനെ പറഞ്ഞാൽ അവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അവര് പറഞ്ഞത് ഞാൻ അനുസരിച്ചിട്ടില്ലെങ്കിൽ അപ്പൊ അവര് നമ്മളോട് പറയാണ് അതൊന്നും എനിക്ക് പറ്റൂല, വെറുതെ അതിനൊന്നും നിൽക്കേണ്ട, കാശ് കളയണ്ട, അങ്ങോട്ട് പോകണ്ട എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ അത് അനുസരിക്കാണ്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും? അങ്ങനെ ഇനിയിപ്പോ അവര് അങ്ങനെ ഇതൊക്കെ ഓവർ തിങ്കിങ്, അങ്ങനെ കുറച്ച് ആവശ്യമില്ലാത്ത കുറച്ച് ചിന്താഗതികൾ ഉണ്ടായിരിക്കും. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, ഒഴിവാക്കുക. കാരണം നമ്മൾക്ക് പറ്റുന്ന ഒരു കാര്യമാണെങ്കിൽ പിന്നെ മറ്റുള്ളവരെന്ത് ചിന്തിക്കും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒന്നും നമ്മൾ ചിന്തിച്ചാൽ തന്നെ നമ്മൾ ഈ ഓരോ ഓവർ തിങ്കിങ് ഉണ്ടായാൽ തന്നെ നമ്മൾ ഒരിക്കലും എന്തില്ല ലൈഫിൽ നമുക്കൊന്നും ആവാൻ പറ്റില്ല. കാരണം നമ്മൾ മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് നമ്മളിങ്ങനെ മാറിക്കൊണ്ടിരിക്കേണ്ടി വരും. നമ്മൾ കുറച്ച് മുമ്പ് ഒരു കഴുതയും കൊണ്ട് ഒരാൾ നടന്നു പോകുന്ന ഒരു സ്റ്റോറി കേട്ടിട്ടുണ്ടായിരിക്കാം അല്ലെ? അപ്പൊ എന്താണ്, അപ്പൊ അയാൾ എന്താണ്, ഓരോ ആളുകൾ പറയുന്നതനുസരിച്ചിട്ട് അയാൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതം മറ്റുള്ളവർ ഇങ്ങനെ മാറ്റി മറിക്കും, നമ്മളുടെ ലൈഫിൽ ഒന്നും ആവുന്നില്ല. അപ്പൊ അതുകൊണ്ട് മറ്റുള്ളവരെന്ത് വിചാരിക്കുന്നു, അവരെന്ത് പറയുന്നു ഒന്നും നമ്മൾ ചിന്തിക്കണ്ട. നമുക്ക് പറ്റുമെന്നുള്ള വിശ്വാസം നമ്മുടെ കയ്യിൽ ഉണ്ടല്ലോ. അതിനുള്ള കഴിവ് നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, അത് മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇപ്പൊ ഞാൻ പല സമയത്തും പറയാറുണ്ട്, ഞാന് നോർമലി ഞങ്ങൾ പഠിക്കുന്ന സമയത്തും എപ്പോഴും നോർമലി ആളുകളിൽ നിന്നും അല്പം ഹൈറ്റ് കുറഞ്ഞ ആളാണ്. അപ്പോ ഞാൻ പറഞ്ഞു ഞാനൊരു ടീച്ചറാണ്. ഇപ്പൊ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ സെമിനാർ ഒക്കെ എടുക്കുന്ന സമയത്ത് എപ്പോഴും എനിക്ക് ഫസ്റ്റ് സെമിനാർ എടുക്കാനുള്ള അവസരം എനിക്കാ കിട്ടുക. അപ്പൊ ഞാനിങ്ങനെ എടുക്കുമ്പോൾ എന്നെ ഇങ്ങനെ മറ്റുള്ളവർ കളിയാക്കും, മുകളിലോട്ട് എഴുതാൻ എത്തൂലല്ലോ, ഹൈറ്റ് ഇല്ല. അപ്പൊ മറ്റുള്ളവർ എഴുതുന്ന അത്രയും ഹൈറ്റിൽ എനിക്ക് എഴുതാൻ എത്തില്ല. അപ്പൊ അതുകൊണ്ട് എന്നെ ഇങ്ങനെ കളിയാക്കാറുണ്ട്. പക്ഷെ അന്നേ ഞാൻ ചിന്തിക്കാറുണ്ടായിരുന്നു, ഈ നീളമുള്ള എല്ലാ ആളുകളും നേടിയതിനേക്കാൾ ഉപരി എന്തെങ്കിലും ഒന്ന് ഞാൻ അധികം നേടണമെന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ടായിരുന്നു. അപ്പൊ എന്താണ്, കുറച്ച് നീളം പക്ഷെ അന്ന് ഉള്ള ഒരു സാർ എന്നോട് പറയായിരുന്നു, നമ്മൾക്ക് ഡിഗ്രി ചെയ്യുന്ന സമയത്ത് ഒരു സാർ എൻ്റെ അടുത്ത് പറയായിരുന്നു, നെപ്പോളിയൻ എടോ നിന്റെ അത്രയും നീളയില്ലായിരുന്നു, പക്ഷെ അയാൾ മരിച്ചിട്ടും ഇന്ന് ലോകം അറിയപ്പെടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും നീ മൈൻഡ് ചെയ്യണ്ട, നിന്നിലുള്ള ബാക്കി കഴിവുകൾ നീ പുറത്തെടുത്ത് എന്ത് ചെയ്യാ, നല്ലൊരു ടീച്ചറായിട്ട് തന്നെ നീ മാറണം എന്ന് ആ സാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അപ്പോഴും ഇവരൊക്കെ ഇങ്ങനെ കളിയാക്കുന്ന സമയത്ത് ഞാൻ ചിന്തിക്കാറുണ്ട്, ഈ നീളമുള്ള എല്ലാവരും നേടിയതിനേക്കാളും എന്തെങ്കിലും എക്സ്ട്രാ ഞാൻ നേടണം. കാരണം എനിക്ക് കുറച്ച് നീളം കുറഞ്ഞിട്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്കില്ല് എനിക്ക് അധികം ഉണ്ടായിരിക്കാനില്ലല്ലോ, അതിനെ ഞാൻ എന്ത് ചെയ്യണം, മുന്നോട്ട് കൊണ്ടുവരണം. അപ്പൊ അതുപോലെ കുറെ ആളുകളുണ്ട് അല്ലെ, നമ്മൾക്ക് എല്ലാ എബിലിറ്റീസും ഉണ്ട്, മറ്റെല്ലാ കഴിവുകളും, കണ്ണിന് കാഴ്ച, അതായത് ചെവി, എല്ലാ കഴിവുകളും നമ്മളുണ്ട്. പക്ഷെ ഈ കഴിവുകളൊന്നും ഇല്ലാത്ത ആളുകൾ പലതും നേടുന്നില്ലേ? അവരെത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് നേടുന്നത്. അപ്പൊ അവരെടുത്ത് പോയിട്ട് നീക്ക് കണ്ണൊന്നും കാണാതെ നീ ഇങ്ങനെയൊക്കെ ഇങ്ങനെ പഠിക്കാനെന്നൊന്നും ചോദിച്ചിട്ട് ആരും പോകുന്നില്ല അല്ലേ? പക്ഷെ ഈ എല്ലാ കഴിവുള്ള നമ്മളോടൊക്കെ പറയുമ്പോൾ നമ്മൾ എന്തിനു തളരണം? പിന്നെ എല്ലാം നമ്മളുണ്ട്, എല്ലാ കഴിവും നമുക്കുണ്ട്, എന്നിട്ട് നമ്മൾ പിന്നെ അവിടെ പതറേണ്ട ആവശ്യമുണ്ടോ? ഈ കഴിവുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്തിട്ട് നമുക്ക് ഇവരെക്കാളും മുന്നിലെത്തണം. അപ്പൊ നമ്മൾ ഇതിനൊക്കെ ഓവർകം ചെയ്തിട്ട് നമുക്ക് പോകാൻ പറ്റുമെന്നുള്ള വിശ്വാസം നമ്മിൽ വേണം. ഒരു കഴിവുമില്ലാത്ത അല്ലെങ്കിൽ രണ്ട് കാലില്ലാത്ത ആളുകൾ, പിന്നെ രണ്ട് കൈ ഇല്ലാത്ത ആളുകൾ, ഇവരൊക്കെ ഇന്ന് ലോകത്ത് അറിയപ്പെടുന്നുണ്ട്. എങ്ങനെയാ? ഇവരുടെ മറ്റുള്ള കഴിവുകൾ അവർ പുറത്തെടുത്തുകൊണ്ടാണ്. അവരിൽ സ്വയം വിശ്വസിച്ചു, അവർക്ക് പറ്റുമെന്നുള്ള സ്വയം തീരുമാനത്തിലാണ് അവർ മുന്നോട്ട് വന്നു. അവരിന്നും മരിച്ചു പോയിട്ടും ലോകത്ത് അറിയപ്പെടുന്ന ഇഷ്ടം പോലെ ആളുകൾ നമുക്കറിയാം അല്ലെ? അപ്പൊ അതുകൊണ്ട് പിന്നെ ഈ എല്ലാ കഴിവുള്ള നമ്മൾ എന്തിന് മറ്റുള്ളവരുടെ സംസാരത്തിൽ മാറി നിൽക്കണം? അപ്പൊ നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക, ഇത്തരം കാര്യങ്ങളിൽ നിന്ന് അവോയ്ഡ് ചെയ്തിട്ട് നമ്മൾക്ക് എന്തൊക്കെ നേടാൻ പറ്റുമോ അതിൽ നമ്മൾ ഉറച്ചു തീരുമാനിക്കുക. ഓരോ സമയം നമ്മൾ അതിന് വേണ്ടിയിട്ട് തന്നെ സ്പെൻഡ് ചെയ്യാം. ഇനി ഓരോ ദിവസവും നമ്മൾ 1 by 1 ആയിട്ട് നമ്മൾ ഓരോ സ്റ്റെപ്പും അതിനു വേണ്ടി മുന്നോട്ട് വെക്കാം. അവസാനം നമ്മൾ എന്ത് ചെയ്യും, ഈ പറയുന്ന ആളുകളെ നമ്മളെ പുറമേ നിന്നായിരിക്കും റിയലൈസ് ചെയ്യുന്നത്. പുറമേ നിന്ന് അവർക്ക് നമ്മൾ റിയലൈസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഒരിക്കലും ഇവരുമായിട്ട് നമ്മുടെ പ്ലാനിങ് ഷെയർ ചെയ്യരുത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ പുറമേ നിന്ന് നമ്മൾ ആരാണെന്ന് തിരിച്ചറിയുമ്പോൾ അവർക്ക് അതിന്റെ യാഥാർത്ഥ്യം നമുക്ക് പറ്റുമെന്നുള്ള വിശ്വാസം അവർക്ക് വരും. പിന്നെ ഇങ്ങനെയുള്ള ആളുകൾ എന്താണ്, അവരോട് നമ്മൾ എന്ത് ആർഗ്യൂ ചെയ്യാൻ പോയിട്ടും കാര്യമില്ല. അപ്പൊ നമ്മൾ അവരോട് പറയാൻ, അല്ല എനിക്ക് പറ്റും, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒരിക്കലും ഇവർ ഇതൊന്നും എന്ത് ചെയ്യില്ല, മൈൻഡ് ചെയ്യില്ല.
കാരണം ഇവരെന്ന് പറഞ്ഞാൽ ഒരാളുടെ വാക്ക് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഗോസിപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. മറ്റുള്ളവരെ ഒരിക്കലും ഇവർക്ക് എന്താ പറ്റില്ല, അംഗീകരിക്കാൻ പറ്റില്ല. ഇവർക്ക് നെഗറ്റീവ്സ് പറയാൻ മാത്രമേ കഴിവുള്ളൂ. ഒരിക്കലും മറ്റുള്ള പോസിറ്റീവ്സ് അംഗീകരിക്കാനുള്ള സ്കിൽ ഇവരിൽ ഉണ്ടാകില്ല. അപ്പൊ അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഇവരെ എപ്പോഴും ഇങ്ങനെ പറയുന്ന ആളുകളാണ്. ഇവരോട് നമ്മൾ ഇതൊന്നും പറയാൻ പോയി നമ്മുടെ സമയം വെറുതെ വേസ്റ്റ് ചെയ്യണ്ട. നമ്മൾക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മൾ എപ്പോഴും ഓരോ കാര്യങ്ങളിലും എൻഗേജ്ഡ് ആവുക. നമ്മൾ നമ്മുടെ വിലപ്പെട്ട സമയം ഇവർക്ക് കൊടുക്കണ്ട. ഇവരോട് ആർഗ്യൂ ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഇവർക്ക് ഇതൊന്നും മനസ്സിലാവുന്ന ആളുകളല്ല. ഇവർക്ക് ഒരാളുടെ പോസിറ്റിവിറ്റി റീഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാത്ത ആളാണ്. ആ രീതിയിൽ നമ്മൾ അവരെ എന്ത് ചെയ്യുക, ഒഴിവാക്കി. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള ആളുകളിൽ നിന്ന് നമ്മൾ നെഗറ്റീവ് കമന്റ്സ്, നമ്മളുടെ നെഗറ്റിവിറ്റിയിൽ ഊന്നൽ കൊടുക്കുന്ന ആളുകളിൽ നിന്ന് നമ്മൾ എസ്കേപ്പ് ചെയ്യാം. അവരുടെ ഓരോ സംസാരവും നമ്മളുടെ ജീവിതത്തിലുള്ള ഒരു ബേണിംഗ് ആക്കി നമ്മൾ കാണുക. പിന്നെ അതിനു വേണ്ടിയിട്ട് അവരുടെ മുമ്പില് ഒരു ദിവസം ഞാൻ വിജയിച്ച് കാണിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി നമ്മൾ എപ്പോഴും മുന്നോട്ട് തന്നെ പോവാം. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ ഇതിൽ പറയാനുള്ളത്. പിന്നെ ഓരോരുത്തർക്കും അവരുടെക്കും ഉണ്ടായിരിക്കാം ഇങ്ങനെയുള്ള ഓരോ അനുഭവത്തിലൂടെ കടന്നു പോയവരായിരിക്കാം ഇപ്പൊ എല്ലാവരും ഉണ്ട്. നമ്മുടെ കൂടെയുള്ള ഓരോരുത്തർക്കും ഉണ്ടായിരിക്കാം ഇങ്ങനെയുള്ള ഓരോ അനുഭവങ്ങൾ. അപ്പോൾ നമുക്ക് അതിലൂടെ ഇനി ഡിസ്കസ് ചെയ്തിട്ട് മുന്നോട്ട് പോകാം. ഓക്കെ, താങ്ക്സ് ടു ഓൾ. താങ്ക് യു ഫാസില മാം. നമ്മളുടെ ചുറ്റുപാടുകൾ എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരുപാട് മനുഷ്യന്മാരാണ് നമ്മുടെ ചുറ്റുപാടുള്ളത്. അവിടെ വ്യത്യസ്തമായിട്ടുള്ള പ്രകൃതമുള്ള ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പൊ ആയതുകൊണ്ട് തന്നെ അതില് നമുക്ക് പോസിറ്റീവായിട്ട് റെയിൻഫോഴ്സ്മെന്റ് തരുന്ന ആളുകളും ഉണ്ടാകും, നെഗറ്റീവായിട്ട് റെയിൻഫോഴ്സ്മെന്റ് തരുന്ന ആളുകളും ഉണ്ടാകും. അപ്പൊ ഇതിൽ നിന്ന് ഈ നെഗറ്റിവിറ്റി പാസ് ചെയ്യപ്പെടുന്ന, അല്ലെ, നമ്മളെപ്പോഴും നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പറയാറുള്ളതാണ്, ട്രെയിനിങ് ബാച്ചുകളിലൊക്കെ നമ്മൾ പറയാറുണ്ട്, നമ്മൾ ട്രെയിനിങ് എടുക്കുമ്പോൾ നമ്മളിൽ നിന്ന് ഒരു എനർജി പാസ് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഒരു എനർജി പാസ് ചെയ്യപ്പെടുന്നുണ്ട്, അല്ലെ. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് പോയിട്ട് നമ്മൾ ഇരുന്ന് തിരിച്ചു പോരുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പോസിറ്റിവിറ്റി നമ്മളിലേക്ക് കിട്ടും. സങ്കടപ്പെട്ട ഒരാൾ ഇരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് കുറച്ച് സങ്കടം നമുക്ക് കിട്ടും. സങ്കടം ചില സമയങ്ങളിലൊക്കെ നല്ലതാണ് കേട്ടോ. സങ്കടം എന്ന് പറഞ്ഞാൽ കരയുക, മനസ്സ് ധ്യാനിക്കുക, ഇതൊക്കെ പറയുന്നത് നല്ല കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ഹാംഗ്രി ആയിട്ടുള്ള ഒരു മനുഷ്യന്റെ അടുത്ത് പോയിട്ട് അവരോട് സംസാരിക്കുകയോ ഒരു 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 വാഗ്വാദത്തിൽ ഏർപ്പെടുകയൊക്കെ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ നിന്നൊരു ആംഗ്രി എനർജി ഇങ്ങോട്ട് വരും. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരു നെഗറ്റിവിറ്റികൾക്കിടയിൽ നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ആ നെഗറ്റിവിറ്റി നമ്മൾ നെഗറ്റീവായിട്ട് പോകുന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ സോഷ്യൽ സൈക്കോളജി ഒക്കെ പഠിച്ചവർക്കറിയാം, നമ്മുടെ ചുറ്റുപാടുകൾ നമ്മളെ സ്വാധീനിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഈവൻ കുട്ടികളായി കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഏത് അറ്റ്മോസ്ഫിയറിലാണ് അവർ വളരുന്നത് അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്നത്, അതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി നമ്മൾ പോലും അറിയാതെ, നമുക്ക് പോലും അറിയില്ല, നമ്മൾ പോലും അറിയാതെ അതിലേക്ക് നമ്മൾ പതുക്കെ രൂപാന്തരപ്പെട്ടു മാറും എന്നുള്ളതാണ്. അതാണ് എൻവയോൺമെന്റിന്റെ ഒരു പ്രശ്നം. അപ്പൊ ഈ ചുറ്റുപാടുകളെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതിനോട് സമീപിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വസ്ഥതയും അതേപോലെ തന്നെ സമാധാനവും ഉയർച്ചയും ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നെഗറ്റീവ് പീപ്പിളിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നത് നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. നമ്മുടെ ചുറ്റും, നമ്മുടെ അടുത്ത്, നമ്മുടെ വീട്ടില്, നമ്മുടെ അയൽവക്കത്ത്, നമ്മുടെ തൊഴിലിടങ്ങളില് ഒക്കെ ഈ നെഗറ്റീവ് എനർജികൾ പാസ് ചെയ്യപ്പെടുന്ന ആളുകൾ ഉണ്ടാകാൻ സാധ്യതകളുണ്ട്. എവിടെയും ഉണ്ടാകാം, അവരോടൊന്നും പോകാൻ പറയാൻ പറ്റില്ല. അപ്പോൾ അവരെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നത് നമ്മൾ പഠിക്കണം. അപ്പൊ അതിനെക്കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ മാം പങ്കുവച്ചത്. ഇതിൽ പലരും അത്തരം സാഹചര്യങ്ങളിലൂടെ പോയവരായിരിക്കാം. ഇപ്പൊ നെഗറ്റീവ് പീപ്പിളിനോട് അതേ നാണയത്തിൽ തന്നെ മറുപടി കൊടുക്കുക എന്നതോ അതല്ലെങ്കിൽ അവരോടുള്ള ഒരു ദേഷ്യം നമ്മൾ ഉള്ളിൽ വെച്ച് നടക്കുക എന്നതൊന്നും ഒരു പ്രാവർത്തികമായിട്ടുള്ള ഒരു കാര്യമല്ല. അത് നമ്മളെ കൂടുതൽ പ്രശ്നവൽക്കരിക്കുകയേ ഉള്ളൂ, അല്ലെ.
എനിക്കിപ്പോ ഒരാളോട് ദേഷ്യമുണ്ട്. ആ ദേഷ്യം ഞാൻ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ച് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സത്യത്തിൽ ജീവിക്കാൻ പറ്റില്ല, എനിക്ക് ഉറങ്ങാൻ പറ്റില്ല, അല്ലെ? അപ്പോ അതിനേക്കാൾ അപ്പുറത്ത് നേരത്തെ പറഞ്ഞ രീതിയിൽ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളിലൂടെ നമുക്ക് അതിനെ കൊണ്ടുപോകാൻ പറ്റണം. അപ്പോഴേ നമുക്ക് കൃത്യമായിട്ടുള്ള രീതിയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ ഭാഗമാണ് ഗ്രാറ്റിറ്റ്യൂഡ് ആയി കഴിഞ്ഞാലും ഫോർഗിവ്നെസ് ആയി കഴിഞ്ഞാലും. അല്ലെ, ഫോർഗിവ്നെസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഒരു മനുഷ്യന് ഏറ്റവും മനോഹരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പുറത്തു കൊടുക്കുക എന്നൊക്കെ പറയും. മലയാളത്തിൽ നമ്മൾ പുറത്തു കൊടുക്കുക എന്നൊക്കെ പറയും, അല്ലെ? ഫോർഗിവ് ചെയ്യുക. ഫോർഗിവ് ചെയ്യുന്ന പറഞ്ഞാൽ ആ മനസ്സിൽ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല, സംഭവിക്കാത്ത രൂപത്തിൽ തന്നെ പുറത്തു കൊടുക്കാനൊക്കെ പറ്റുന്നത് മനുഷ്യത്വത്തിന്റെ, മാനവികതയുടെ അങ്ങേ തലക്ക് എത്തുമ്പോഴാണ്. അതിനൊരു സുഖമുണ്ട്, അതിനും ഒരു സുഖമുണ്ട്, അല്ലെ? അപ്പോ സുഖത്തിന്റെ സൗന്ദര്യം, അല്ലെ, സമാധാനത്തിന്റെ സൗന്ദര്യം എന്നൊക്കെ പറയുന്നത് അതിന് പല പല അർത്ഥങ്ങളുണ്ട്. അപ്പൊ ആ രൂപത്തിലൊക്കെ നമുക്ക് സഞ്ചരിക്കാൻ, നമ്മുടെ ജീവിതത്തെ മാറ്റിപ്പണിയാൻ ഒക്കെ നമുക്ക് സാധിക്കണം. അങ്ങനെ നമ്മുടെ ഉയർച്ചകളിലേക്ക് നമുക്ക് പോകാൻ നമുക്ക് സാധിക്കണം. അപ്പോ ആ രൂപത്തിൽ നമ്മുടെ എന്തെങ്കിലും എക്സ്പീരിയൻസുകളോ അതല്ലെങ്കിൽ ഇന്ന് നമ്മൾ മാം ഡിസ്കസ് ചെയ്ത സ്ട്രാറ്റജീസിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാനോ അതല്ലെങ്കിൽ അതിനോട് എന്തെങ്കിലും ഫീഡ്ബാക്ക് പറയാനോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവസരമുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് മൈക്ക് ഓപ്പൺ ചെയ്ത് തരാണ്. നിങ്ങൾക്ക് സംസാരിക്കാം. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ കൂട്ടിച്ചേർക്കാനൊക്കെ ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. പറഞ്ഞോളൂ. എനി എക്സ്പീരിയൻസ്, എനി ഫീഡ്ബാക്ക്? ഇനി അതല്ല, ഇങ്ങനെയൊന്നും പറഞ്ഞതല്ല അതിന്റെ വാസ്തവം, അങ്ങനെ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറയുന്നവരും ഉണ്ടാവല്ലോ. അങ്ങനെയും നോക്കി കാണുന്നവരുണ്ടാകാം. അങ്ങനെയുള്ളവർ അങ്ങനെയും പറയാം. ഹലോ സാർ. പറയൂ സുലേഹ മാം, പറയൂ. ഹായ് മാം. മാമിന്റെ ക്ലാസ് ശരിക്കും കേട്ടപ്പോ നമ്മൾ അറിയുന്ന കുറെ കാര്യങ്ങളാണ്. നമുക്കറിയാം, ചിലര് പറയുന്നത് നമ്മൾ എടുക്കാൻ പാടില്ല. പക്ഷെ ചില അവസരങ്ങളില് നമ്മൾ ചിലപ്പോ അവര് പറയുന്നത് കേട്ട് നമ്മൾ തന്നെ ബാക്കായ പല അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്. ചിലതൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ അടുത്ത കാലത്താണ് ഈ ഫോർഗീവ്നെസ്സും വിഷ്വലൈസേഷനും ഒക്കെ നമ്മൾ അറിഞ്ഞു തുടങ്ങുന്നത്. അങ്ങനെ മാറ്റിയ സംഭവങ്ങളും കൊണ്ട്. എന്നാലും മാം എടുത്തു പറയുമ്പോൾ നമ്മളിങ്ങനെ ഓർത്തു പോകുമല്ലോ, നമ്മുടെ ജീവിതത്തിൽ വന്നതിൽ പലതിലൂടെയും കടന്നു പോകുമ്പോൾ. അപ്പൊ ശരിക്കും മാമിന്റെ ഈ ക്ലാസ് കൊണ്ട് നമുക്ക് ചിലത് ഉറപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. ശരിക്കും നല്ലൊരു ക്ലാസ് ആയിരുന്നു കേട്ടോ. മാം ഉദ്ദേശിച്ച കാര്യം ഞങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. അത് 100% ഉറപ്പാണ് മാമിന്റെ ക്ലാസ്സിൽ നിന്ന്. കാരണം നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും. ഒന്നുകൂടി മാം ഓർമ്മിപ്പിച്ചു. കാരണം നമ്മൾ നമ്മുടെ ലക്ഷ്യങ്ങൾ വിട്ടു നിൽക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തിന് നമ്മുടെ കാര്യങ്ങളിൽ നമ്മൾ മാറി നിൽക്കുന്നു എന്നുള്ളത് ശരിക്കും ആ വാക്കുകൾ കേട്ടപ്പോ ഒന്നുകൂടി അത് ഉറപ്പിക്കുന്ന പോലെ അങ്ങനെ എന്തെങ്കിലും ഉള്ളത് ചിലതൊക്കെ ഉണ്ടായിട്ടുണ്ട് മൈൻഡില്. ഇങ്ങനെ പറയുമ്പോൾ തന്നെ ഓടി വന്ന ചില കാര്യങ്ങൾ. കാരണം ചിലരെ വാക്കുകൾ കേട്ടിട്ട് അത് ശരിയാണോ ആദ്യം ചിന്തിച്ചത്, ഇവർ പറയുന്നത് നമുക്ക് ഒഴിവാക്കാം. പക്ഷെ ഇങ്ങനെ മുഴങ്ങി കേൾക്കുന്ന പോലെ ഇങ്ങനെ കേൾക്കുമ്പോ അപ്പൊ നമ്മളിൽ ഫാൾട്ട് വന്നു. പിന്നെ നമ്മളെ കുറിച്ചുള്ള ഒരു അവലോകനങ്ങൾ, ആ ചെയ്തത് തെറ്റാണോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തില് ശരിക്കും ഒരു ലെവലിൽ നിന്ന സ്ഥലത്ത് നിന്ന് തന്നെ ഇങ്ങനെ ബാക്കായി, നല്ലോണം ബാക്കായി, പിന്നെ ഇങ്ങനെ തിരിച്ചെത്താൻ പാടായി, അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഇപ്പൊ ഓർക്കുമ്പോ മാമിന്റെ ചില വാക്കുകൾ നമ്മളെ സ്ട്രൈക്ക് ചെയ്യുമെന്ന് പറയില്ലേ ചില സമയത്ത്. അപ്പൊ അതിൽ എന്നെ സ്ട്രൈക്ക് ചെയ്ത ഒരു വാക്ക് എന്താന്ന് വെച്ചാല്, നമ്മുടെ ലക്ഷ്യത്തെ മറന്ന് അവർക്ക് വേണ്ടി എന്തിന് അവര് പറയും, അങ്ങനെ പലതും പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മൾ എന്തിനു മാറുന്നു. അപ്പൊ അവിടെ നമുക്ക് തന്നെയാണ്. പക്ഷെ മാം പറഞ്ഞ പോലെ സ്പോട്ടിൽ പ്രതികരിക്കുന്ന സ്വഭാവമില്ല. പക്ഷെ അത് വെച്ച് മനസ്സിൽ സങ്കടപ്പെടുന്ന ഒരു ഇതുണ്ട്. എന്തിനവര് നമ്മളോട് പറഞ്ഞു, നമ്മൾ അങ്ങനെ ചെയ്യാറില്ലല്ലോ ആരടുത്തും, നമ്മൾ ഓപ്പൺ ആയിട്ടാണല്ലോ സംസാരിക്കുന്നത്. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അതിൽ വന്നിട്ടുണ്ട്. ശരിക്കും പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. എന്നാലും അനുഭവം കുറെ നേരമായിട്ട് ഇങ്ങനെ വിചാരിക്കണ്ടോ പറയണോ, പിന്നെ അതും നെഗറ്റീവായി പോവോ മറ്റുള്ളവര് പറയുമ്പോ, അങ്ങനെയൊക്കെ കരുതിയിരുന്നു. എന്നാലും അവസരത്തിൽ അത് പറയാൻ വിചാരിക്കാണ്. അപ്പോ ശരിക്കും മാമിന്റെ ആ ക്ലാസ്സിൽ നിന്ന് ഞാൻ അത് മൈൻഡിലേക്ക് കൊണ്ടുവരാണ്. കാരണം ഞാൻ എന്തുകൊണ്ട് പിന്നിലേക്ക് പോയി, അത് എന്റെ ഫാൾട്ട് തന്നെയാണ്. ഞാൻ എന്റെ ലക്ഷ്യത്തിൽ നിൽക്കുകയാണെങ്കിൽ അവർ പറയുന്നതിനെ നമ്മൾ
മൈൻഡിൽ നിന്ന് ഒഴിവാക്കുക. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. താങ്ക് യു വണ്ടർഫുൾ സുലേഹ മാം. വളരെ മനോഹരമായിട്ടാണ് ഒരു റിപ്ലൈ ചെയ്തത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ പലപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ട്. ചിലപ്പോ നമ്മൾ കേട്ടത് തന്നെ കേൾക്കുമ്പോഴുണ്ടാകുന്ന ഒരു ഒരു റെസ്പോൺസ് ഉണ്ട് നമുക്ക്. അതായത് നമ്മൾ വിചാരിക്കും ഇതൊക്കെ നമ്മൾ ഒരുപാട് കേട്ടതല്ലേ എന്നൊക്കെ ചില ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും തോന്നാറുണ്ട്. എന്നാൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ കൃത്യമായിട്ട് വീണ്ടും കേൾക്കുമ്പോൾ നമ്മളിത് കേട്ടത് തന്നെയായിരിക്കും, പക്ഷെ നമ്മുടെ ലൈഫിൽ നമ്മൾ അത് എക്സ്പീരിയൻസ് ചെയ്ത് ഇങ്ങനെ പോകുന്ന ഒരു കാര്യം വീണ്ടും കേൾക്കുമ്പോൾ നമുക്ക് അതിന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരു കുളിർമ ഉണ്ടാവും, എന്തോ ഒരു ആശ്വാസം നമുക്ക് കിട്ടും. കാരണം ആ ശരിക്കും നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു ഫീലിംഗ് വിവരിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു 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 സുഖം ഉണ്ടല്ലോ. അതായത് നമ്മൾ അനുഭവിക്കുന്ന ആ വേദനകൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു സുഖം അല്ലെ, ആ സുഖമാണ് ഇപ്പോൾ നേരത്തെ ഇവിടെ സുലേഹ മാം പങ്കുവെച്ചത്. അപ്പോൾ ഏതൊരു ട്രെയിനിങ് ആയിക്കഴിഞ്ഞാലും ഏതൊരു സ്പീച്ച് ആയിക്കഴിഞ്ഞാൽ അറിയുന്നതാണെങ്കിൽ പോലും പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് അറിയാത്തത് പറയാന്നുള്ളതാണ്. പക്ഷെ അറിയുന്നതാണെങ്കിൽ പോലും റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ചിലത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു റിസൾട്ട്. എനിവേ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. താങ്ക് യു സുലേഹ മാം. വേറെ ആരാണ് പറയുന്നത്? ഫാസില മാം കേൾക്കുന്നില്ലേ? നമ്മള് ലേഡീസ് ആണ് കൂടുതൽ ഇതൊക്കെ, ബോയ്സിനും ഉണ്ട് ഇല്ല എന്നല്ല, പക്ഷെ വീട്ടിൽ നിന്ന് കൂടുതൽ ലേഡീസ് ഇറങ്ങുമ്പോഴാണ് കൂടുതൽ ഇങ്ങനെ കേൾക്കുക. അപ്പം നമ്മള് ആ ഒരു രീതിയിൽ നമ്മളെങ്ങനെ അവരെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് നല്ല വിശ്വാസം നമുക്ക് വരാൻ പറ്റും. അപ്പൊ സുലൈമാൻ പറഞ്ഞത് തന്നെയാ, നമ്മളപ്പോ നിന്നോട്ട് എന്ത് ചെയ്യും, ഒന്നോട്ട് പുറകോട്ട് നിൽക്കും. പിന്നെ അടുത്തൊരു വേറെ ആരുടെയും സക്സസ് കാണുമ്പോൾ നമ്മൾ പിന്നെ ഇൻസ്പയർ ആവും, മുന്നോട്ട് വരും. അപ്പൊ നമ്മളിങ്ങനെ എന്ത് ചെയ്യും, അവസരത്തിനനുസരിച്ച് ചാടിക്കുഴഞ്ഞ് നമ്മുടെ സമയത്ത് നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ചന്ദ്രൻ സാർ. താങ്ക് യു. അപ്പൊ വളരെ നല്ലൊരു സെഷൻ തന്നെയായിരുന്നു. അപ്പൊ മാഡം ആദ്യം പറഞ്ഞൊരു പോയിന്റ്, നമുക്ക് തളർത്തിയവനെയും നമ്മളെ വളർത്തിയവനെയും നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവും അല്ലെ. അത് വളരെ നല്ലൊരു പോയിന്റ് ആണ്. കാരണം നമ്മളെ ഒരു വാക്കുകൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ ഒക്കെ നമ്മളെ വളർത്തിയ ആളുകളാണ് എന്നും നമ്മുടെ മനസ്സിൽ ഏറ്റവും ഒരു ഓർമ്മയായിട്ട് എപ്പോഴും ഉണ്ടാകും. അപ്പൊ അത് വളരെ നല്ലൊരു പോയിന്റ് ആയിട്ട് തോന്നി. അതുപോലെ മാഡം പറഞ്ഞൊരു കാര്യം, കേൾക്കാൻ നമ്മൾ അവസരം കൊടുക്കുന്നത് കൊണ്ടാണ് പല ആളുകളും നെഗറ്റീവ് പറയാൻ നമ്മുടെ അടുത്തേക്ക് വരുന്നത് അല്ലെ. അതുകൊണ്ട് നമ്മൾ അവസരങ്ങളെ നമ്മൾ കുറച്ച് നമ്മൾ ഫീഡ്ബാക്ക് കൊടുക്കാതിരിക്കുക, നമ്മുടെ റെസ്പോൺസ് അതിനനുസരിച്ച് മാറ്റുകയാണെങ്കിൽ വളരെ നമ്മുടെ അടുത്തേക്ക് അങ്ങനെയുള്ള ആളുകൾ അടുക്കില്ല. അതുപോലെ എനിക്ക് ഒരു ഓപ്ഷൻ പറയാനുള്ളത്, നെഗറ്റീവ് പറയുന്ന ആളുകൾ പോസിറ്റീവ് കേൾക്കാൻ ആഗ്രഹിക്കാത്തവരാണ്. അപ്പൊ ഈ നെഗറ്റീവ് പറയുന്ന ആളുകളടുത്ത് നമ്മൾ പോസിറ്റീവായിട്ട് അങ്ങോട്ട് റെസ്പോണ്ട് ചെയ്താൽ മതി. അപ്പൊ അവരിത് രണ്ടും പരസ്പരം കോൺട്രഡിക്ടറി ആണ്, അത് രണ്ടും അടുക്കില്ല. അപ്പൊ നെഗറ്റീവ് പറയുന്ന ആളുകളെ അങ്ങോട്ട് നമുക്ക് കേൾക്കാതിരിക്കുക എന്നുള്ളതൊന്നും, അതുപോലെ തന്നെ പോസിറ്റീവായിട്ട് നമ്മൾ റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് തന്നെ മനസ്സിലാവും എന്റെ നെഗറ്റീവോടെ വില പോവില്ല എന്ന് മനസ്സിലായിട്ട് പിന്നെ അവർ നമ്മുടെ അടുത്തേക്ക് വരില്ല. അത് നമ്മുടെ ജീവിതത്തിൽ ഞാൻ ചെയ്യാറുള്ള കാര്യമാണ്. എന്റെ ഒരുപാട് ആളുകളെ അകറ്റിയിട്ടുള്ളതും ഒരുപാട് പേരെ എന്നിലേക്ക് അടുപ്പിച്ചിട്ടുള്ളതും ഈ ഒരു റെസ്പോൺസ് കൊണ്ടാണ്. അപ്പൊ വളരെ സന്തോഷം. പിന്നെ മാഡം പറഞ്ഞൊരു കാര്യം, ഉയരം എന്നുള്ളത് ഒരു മെഷർമെന്റ് അല്ല, നമ്മുടെ കഴിവാണ് ഏറ്റവും പ്രധാനം. അപ്പൊ മാഡം വലിയ ഉയരങ്ങളിൽ എത്തട്ടെ എന്നുള്ള ആശംസയോട് ചെയ്യുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും നല്ലൊരു ടീച്ചേഴ്സ് ഡേ ആശംസിക്കുന്നു. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച് സാർ. വളരെ സന്തോഷം. കുറച്ച് പോയിന്റുകളൊക്കെ ചന്ദ്ര സാർ നോട്ട് ചെയ്ത് വെച്ചു, അത് പറഞ്ഞു. ഗ്രേറ്റ്. ഇനി ആരാണ് സംസാരിക്കുന്നത്? ഹലോ സാർ. ഷൈല മാം. ഓക്കെ. എല്ലാ ടീച്ചേഴ്സ് ദിന ആശംസകൾ നേരുന്നു. സത്യം പറഞ്ഞാല് ഞാൻ പുറകോട്ട് നിന്ന് എന്നാന്ന് ചോദിച്ചാല് ഇടയ്ക്ക് ഇത്തിരി ഒന്ന് കണ്ണടഞ്ഞു പോയി, താമസിച്ച് കിടന്നത് ഇന്നലെ, അതിന്റെ ആണെന്ന് തോന്നുന്നു. സാധാരണ ശരിക്കും ശ്രദ്ധിച്ചിരിക്കുന്നതാണ്, ഇത്തിരി മാറിപ്പോയി. എങ്കിലും ഞാൻ എൻ്റെ ഒരു വ്യൂ പോയിന്റ് പറയാം. ഇവിടെ നെഗറ്റീവ് പീപ്പിളിനെ നമുക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവരെ മാറ്റി നിർത്താൻ പറ്റത്തില്ല. ഇപ്പൊ നമ്മുടെ കുടുംബത്തിനകത്തുണ്ടെങ്കിലോ നമുക്ക് മാറ്റി നിർത്താൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. നമുക്ക് അവരെ കേൾക്കാതിരിക്കാനും പറ്റത്തില്ല. പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നമുക്കൊരു നിശ്ചയദാർഢ്യമുണ്ട്, എനിക്കിന്നത് ചെയ്യണം എന്ന് ഒരു
ക്ലാരിറ്റിയും അല്ലെങ്കിൽ നമ്മൾ അതിന് കൂടുതൽ ഫോക്കസ് ഒക്കെ കൊടുക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നാം അത് ചെയ്യാൻ സാധ്യതയുണ്ട്. സാധാരണ മിക്കവാറും സ്ത്രീകളൊക്കെ ചിലപ്പോൾ അനുഭവിക്കുന്നത് ചിലപ്പം അവരുടെ എന്താണ് മദർ ഇൻ ലോയോ അല്ലെങ്കിൽ ചിലപ്പം ഹസ്ബൻഡ് തന്നെ ആയിരിക്കാം ചില കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പം ചിലപ്പോൾ നമ്മൾ പുറകോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലായി. അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടായത് ശരിക്കും ഒരു ഓർമ്മയിലോട്ട് വരുവാണ്. പിന്നെ ഞാനൊരു പോയിന്റ് കേട്ടിട്ടുള്ളതാണ്, നമ്മളോട് ആരെങ്കിലും നെഗറ്റീവ് പറയുവാണെങ്കിൽ നമ്മുടെ അത് കേൾക്കാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ കേട്ടാലും നമ്മളത് വലിയ കാര്യമായിട്ട് മൈൻഡ് ചെയ്യാതെ ഈ ചെവിക്കൂടെ കേട്ട് മറ്റേ ചെവിയിലൂടെ അങ്ങ് ഇറക്കി വിടുക. പിന്നെ നമ്മുടെ മൈൻഡിനോട് എന്താണ് സ്റ്റോപ്പ് അല്ലെങ്കിൽ ഡിലീറ്റ് എന്ന് പറയുക എന്നുള്ള ആ ഒരു സൂത്രം നമ്മൾ ഉപയോഗിച്ചാൽ കുറച്ചൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അവർ പറയുന്നത് കേൾക്കാതിരിക്കാൻ പറ്റും. പിന്നെ ആ സാഹചര്യത്തിൽ നമ്മൾ കൂടുതലും റെസ്പോണ്ട് ചെയ്യാതിരിക്കുക. ഈ പറഞ്ഞതുപോലെ സൈലൻസ് അതായിരിക്കുമല്ലോ ഏറ്റവും നല്ലത്. അവരെന്താണെന്നാൽ പറയട്ടെ, പക്ഷെ നമുക്ക് നമ്മുടെ മനസ്സിൽ ഒരു ലക്ഷ്യമുണ്ട്, അതിന് ഞാൻ എത്തിച്ചേരും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊക്കെ ഈ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മാഡം നന്നായിട്ട് പോയിന്റ്സ് പറഞ്ഞു തന്നു. ഇനി ഒന്നുകൂടെ റെക്കോർഡിങ് കേട്ടുകൊള്ളാം. ഓക്കെ, താങ്ക് യു വെരി മച്ച് സർ. താങ്ക് യു ഷൈല മാം. ഫാസില മാം. മാം ഞാൻ പറഞ്ഞ പിന്നെ നമ്മുടെ വീട്ടിലുള്ള ആളുകളാണ് നമ്മളോട് പറയുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അവിടെ നമ്മുടെ റിലേഷൻ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം അവരോട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ട ആളുകളായിരിക്കാം ചിലപ്പോൾ നമ്മളോട് അങ്ങനെ സംസാരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അവരോടുള്ള റെസ്പെക്റ്റും എല്ലാം നമ്മൾ നല്ല രീതിയിൽ തന്നെ കീപ്പ് ചെയ്യാം. പക്ഷെ നമ്മളുടെ ലക്ഷ്യം അവിടെ നമ്മൾ ഒരിക്കലും കളയരുത്. നമ്മൾ എന്ത് ചെയ്യുക, പതിയെ സൈലന്റ് ആയിട്ട് നമ്മൾ വീണ്ടും മുന്നോട്ട് വരിക. അവരെ നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ടതും ചിലപ്പോൾ കെയർ ചെയ്യേണ്ട ആളുകളായിരിക്കാം, അതൊക്കെ ആയിരിക്കാം. അപ്പൊ നമുക്കൊരിക്കലും റിലേഷൻ ഒഴിവാക്കാം. നമ്മുടെ വീടിന്റെ ഉള്ളിലാണ്, നമുക്കൊരിക്കലും ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല. അങ്ങോട്ട് സംസാരിച്ച് ഇങ്ങോട്ട് സംസാരിച്ച് ആകെ റിയാക്ട് ചെയ്ത് പ്രശ്നങ്ങളൊന്നും ആക്കാൻ പാടില്ല. അപ്പൊ നമ്മള് അവിടെ നമ്മുടെ വിജയം നമ്മുടെ കയ്യിലാണ്. അത് നമ്മൾ സൈലന്റ് ആയിട്ട് വീണ്ടും നമ്മൾ അതിന്റെ മുന്നിൽ തന്നെ പോവാം. പക്ഷെ അവരെ കെയർ ചെയ്യുന്ന റെസ്പെക്ട് ചെയ്യുന്ന നമ്മൾ ഒരു കുറവും വരുത്തരുത്. അപ്പൊ പതിയെ എന്ത് ചെയ്യും, അവര് നമ്മളെ കൂടെ വന്നു. പിന്നെ മാം ഒരു കാര്യം ഞാൻ പറയാം, എനിക്ക് തോന്നിയതാണ്, തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. മാം ഇത്തിരി കൂടി ഒന്ന് ഓഡിയൻസിനെ ഒന്ന് നോക്കി സംസാരിച്ചാൽ ഇച്ചിരി കൂടെ ക്ലാസ് കുറെ കൂടെ കളർഫുൾ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ മാം. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു. ആ ക്യാമറ ഒന്ന് കറക്റ്റ് വെച്ചാൽ മതി. എനിക്ക് തോന്നുന്നത് ക്യാമറ പിന്നെ ഇപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ നീങ്ങി വെച്ചിട്ടിരിക്കാന്ന് തോന്നുന്നു. അപ്പൊ ക്യാമറ നമ്മള് ലുക്ക് ചെയ്യുന്ന നേരെ വെച്ചാൽ മതി. അതാണ്. യെസ്. അപ്പൊ ശരിയാവും. വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ? ഓക്കെ, അപ്പോ എന്തായാലും സന്തോഷം. നമ്മൾ 7:15 തുടങ്ങിയത്. ഇപ്പൊ നമ്മൾ 8:15 ആവാനായിട്ടുണ്ട്. 2 മിനിറ്റ് കൂടിയേ ബാക്കിയുള്ളൂ. അപ്പോ എന്തായാലും ഇന്നത്തെ ഈ ഒരു സെഷൻ വളരെ മനോഹരമായിട്ട് തന്നെ നമുക്ക് പരിസമാപ്തിയിലേക്ക് പോകുകയാണ്. ഹൗ ടു ഓവർകം നെഗറ്റീവ് പീപ്പിൾ എന്നുള്ളൊരു വിഷയത്തെ കുറിച്ചിട്ടാണ് ഇവിടെ ഫാസില മാം സംസാരിച്ചത്. ഫാസില മാം ഒരു ടീച്ചറും ട്രെയിനറും ആണ്. മാം ഇതിനു മുമ്പ് സെഷൻസ് നമ്മുടെ ട്രെയിനേഴ്സ് ടോക്കിൽ എടുത്തിട്ടുണ്ടായിരുന്നു. കുട്ടികളെ സ്വയം പര്യാപ്തരാക്കുന്നതിനെ കുറിച്ചിട്ട് ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ക്ലാസ് അല്ലേ എടുത്തിട്ടുണ്ടായിരുന്നു മാം? 2 ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇമ്പോർട്ടൻസ് ഓഫ് അപ്രീഷിയേഷനും എടുത്തിട്ടുണ്ടായിരുന്നു. അതില് ഈ കുട്ടികളെ സ്വയം പര്യാപ്തരാക്കുന്ന ക്ലാസ് നല്ല ക്ലാസ് ആയിരുന്നു. യൂട്യൂബിലൊക്കെ ഒരുപാട് പേര് അത് കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ അതെ. അപ്പോ അതെല്ലാം നിങ്ങൾക്ക് വിമ്പിൾ അക്കാദമിയുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. ഒത്തിരി, അതായത് ഇപ്പൊ ഇത് 53ാമത്തെ എപ്പിസോഡാണ്. 52ഓ 53ഓ ആണ് ഉള്ളത്. അപ്പൊ ഇതിനു മുമ്പുള്ള എല്ലാതും നമ്മുടെ അക്കാദമിയുടെ ചാനലിൽ അവൈലബിൾ ആണ്. ഒരുപാട് ട്രെയിനർമാർ വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളിൽ അവതരിപ്പിച്ച കോണ്ടന്റുകൾ നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു സെഷനിൽ പങ്കെടുത്ത പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും വളരെ എല്ലാ ദിവസവും മിക്ക ദിവസങ്ങളിലും വരികയും പങ്കെടുക്കുകയും അതിന് ഫീഡ്ബാക്ക് പറയുകയും അതിന്റെ ഗുണങ്ങളും ഇംപ്രൂവ്മെന്റുകളും
എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കൂടെ ചേർത്ത് നിർത്തുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സന്തോഷങ്ങൾ അറിയിച്ചുകൊണ്ട്, ഫസില മാമിനും എല്ലാവർക്കും ഒരിക്കൽ കൂടി സന്തോഷങ്ങൾ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. നാളെ 7:15 വീണ്ടും സെഷൻ ഉണ്ട്. സെഷനുകൾ അവസാനിക്കുന്നില്ല. 7:15 പരീക്ഷപ്പേടിയുമായി ബന്ധപ്പെട്ടാണ് നാളെ നിസാവ് സാറിന്റെ ക്ലാസ് ആണ് ഉണ്ടാവുക. അപ്പൊ പരീക്ഷകളൊക്കെ നടക്കുകയാണല്ലോ. അപ്പോൾ പരീക്ഷപ്പേടി അവസാനിക്കാത്തൊരു സംഭവമാണ്. അത് നിരന്തരം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പരീക്ഷ വരുമ്പോൾ കുട്ടികൾക്ക് പരീക്ഷപ്പേടി ഉണ്ടാവും. അപ്പൊ പരീക്ഷപ്പേടിയുമായി ബന്ധപ്പെട്ട് പാരന്റ്സിനും വിശേഷിച്ച് കൗൺസിലേഴ്സ്, സൈക്കോളജിസ്റ്റിനൊക്കെ ഉപകാരപ്പെടുന്ന ഒരു സെഷൻ ആയിരിക്കും നാളെ നിസാവ് സാറിന് ഉണ്ടാവുക 7:15. അപ്പൊ എല്ലാവരും നാളെ ഈ ഒരു സമയത്ത് ജോയിൻ ചെയ്യുക. അപ്പൊ ഇന്നത്തെ സെഷൻ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു എവരിവൺ. ബൈ ബൈ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. Thank you, sir. Thank you, ma'am. Nice.